നിങ്ങൾ ആ ലോഞ്ച് ഇവന്റ് തകർക്കും. എനിക്കൊന്ന് ഈവൻ ശോഭികന്റെ ലോഞ്ച്, ആ ടെക്സ്റ്റൈൽസിന്റെ ലോഞ്ച് പറയുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഒരു ക്യാമ്പയിൻ വേണോ? അപ്പൊ ആ ക്യാമ്പയിൻ അപ്പൊ മേ ബി നിങ്ങൾ ഡിജിറ്റലിലൊക്കെ യു ഓൾവേസ് ഫൈൻഡ് ദാറ്റ് കാരണം ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യൂല. ഡ്രോപ്പ് ആകുമ്പോൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് ക്യാമ്പയിൻ. ലാലേട്ടൻ എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ, ഔട്ട്ഡോറിൽ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞുകൂടാ, ഭയങ്കര സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിൽ 21 വയസ്സിൽ ലൈഫ് സെറ്റ് എന്നുള്ളൊരു ടാഗ് ലൈൻ വന്നു. സോ അതേപോലെ ചെയ്ത് സയൻസസ് എവറിത്തിങ് മറ്റൊരു താഴ്ത്തി കെട്ടുന്ന ഒരു സ്വഭാവം പൊതുവേ ഉണ്ട്. കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നമ്മളൊക്കെ അത് അനുഭവിച്ചു വന്ന ആൾക്കാർ. വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് ഇകോം ഷോ. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് അഫ്താബ് ആണ്. അഫ്താബ് എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ചതാണ്, പക്ഷെ എൻ്റെ ബാച്ച് അല്ല, എൻ്റെ സീനിയർ ആണ്. അതുകൊണ്ട് വിളിച്ചതുകൊണ്ട് ആള് വന്നു. ഈ വലിയ ഏജൻസികൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് നമുക്കറിയില്ല. നമ്മൾ ഈ ചെറിയ ചെറിയ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസി ആയിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇന്ന് അത് മാക്സിമം എന്താ പറയുക ഇൻഫർമേഷൻ അവന്റെ അടുത്ത് എടുക്കാൻ പറ്റുമെന്നില്ലാണ് നമ്മൾ നോക്കുന്നത്. സോ അഫ്താബ്, വെൽക്കം ടു ദ ഷോ. അഫ്താബ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു അഫ്താബിനെ പറ്റി. ഈ എപ്പിസോഡിന് ഒരു വലിയ പ്രത്യേകത ഉണ്ട്. വി ഹാവ് ബീൻ സ്പോൺസേർഡ് ബൈ എ YC കമ്പനി, Y കോമ്പിനേറ്റർ കമ്പനി. Y കോമ്പിനേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡിലെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ആക്സിലറേറ്റേഴ്സ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ്. എയർബിഎൻബി, മീഷോ, സെപ്റ്റോ തുടങ്ങിയ കമ്പനികൾക്ക് ഫസ്റ്റ് റൗണ്ട് ഓഫ് ഫണ്ടിങ് കൊടുത്ത ആക്സിലറേറ്റർ ഇൻ ദ വേൾഡ്. ഇനി ആരാന്നറിയണ്ടേ സ്പോൺസർ? സോക്കോ എന്ന് പറഞ്ഞ വാട്സാപ്പ് മാർക്കറ്റിംഗ് പ്ലാറ്റ്ഫോം. ഷോപ്പിഫൈ ഇ കൊമേഴ്സ് സ്റ്റോഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡിസൈൻഡ് സോഫ്റ്റ്വെയർ ആണ്. ഇതിൻ്റെ അകത്ത് ഫ്ലോ ഹിപ്പോ എന്ന ടൂൾ വെച്ചിട്ട് യു ക്യാൻ ബിൽഡ് എനി കൈൻഡ് ഓഫ് ഓട്ടോമേഷൻസ്. അവരെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നമ്മളെ റെഫർ ചെയ്യാൻ മറക്കരുത്. യു വിൽ ഗെറ്റ് എ സ്പെഷ്യൽ കൺസിഡറേഷൻ. ഓവർ ടു ദ എപ്പിസോഡ്. ഞാൻ അഫ്താബ്, പിന്നെ മീൻസ് ഒരു എന്താ പറയാ, ഇപ്പം എക്സ്പ്രസോ ഗ്ലോബൽ എന്ന് പറഞ്ഞ ഒരു സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ ഏജൻസിന്റെ CEO ആണ്, ഫൗണ്ടർ ആൻഡ് CEO ആണ്. നമുക്ക് കഴിഞ്ഞൊരു 7 to 8 ഓൾമോസ്റ്റ് ലൈക്ക് 7 years നമ്മളുണ്ട് കംപ്ലീറ്റ്ലി ഇൻ ടു ദിസ്. കൂടാതെ ഐ വാസ് ഇൻ ടു എന്താ പറയുക എഡ്യൂക്കേഷൻ, അങ്ങനെ പിന്നെ കൺസ്ട്രക്ഷൻ, അങ്ങനെ ഫാമിലി ഓൺ ബിസിനസ്സിലായിരുന്നു മേ ബി ഏർലി ഇയേഴ്സിൽ. മീൻ 2010 മുതൽ 15-16 വരെ അവിടുന്നാണ് ആക്ച്വലി ഈ ഒരു ഫീൽഡിലേക്ക് മൂവ് ചെയ്യണത്. പക്ഷെ അതിന്റെ മുമ്പും ആക്ച്വലി നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തും അല്ലാതെ ചെറിയ സ്റ്റാർട്ടപ്സും പരിപാടിയൊക്കെ ആയിട്ട് ബ്രാൻഡിങ്ങും അഡ്വർടൈസിങ്ങും ഈ ഒരു കൈൻഡ് ഓഫ് ഒരു ക്രിയേറ്റീവ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരുന്നു. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഇൻ ദ ബാക്ക് ഓഫ് മൈൻഡ്. അതങ്ങനെ പക്ഷെ പിന്നെ അത് ആക്ച്വലി ഒന്ന് പ്രൊഫഷണലൈസ് ചെയ്തിട്ട് ഒരു 6-7 years ആയിട്ട് ഒരു കോർ ഫോക്കസ് ഇപ്പം ഏജൻസിയിൽ കൊടുക്കുന്നു. ഞാൻ അറിയുന്ന അഫ്താബ് കോളേജിൽ എവിടെ പഠിച്ചേ? ഞാൻ ചെന്നൈയിലെ കോളേജ്. ഓക്കെ, എന്തായിരുന്നു പഠിച്ചത്? ഞാൻ ബികോം കഴിഞ്ഞ് നേരെ കൺസ്ട്രക്ഷൻ ബിസിനസ്സിലേക്കാണോ വന്നത്? പിന്നെ MBA ചെയ്തു ഡൽഹിയിൽ. അതിനുശേഷം ആക്ച്വലി നമ്മൾ സത്യം പറഞ്ഞാൽ ചെറിയ സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്തു. ഇവന്റ്സ് ഹൊറൈസൺ എന്ന് പറഞ്ഞ ഇവന്റ് കമ്പനി. അത് പെരിന്തൽമണ്ണയായിരുന്നു. പഠിക്കുന്ന സമയത്ത് തന്നെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അത് എനിക്കൊന്നും അധികം പോയില്ല. ഒരു ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 1.5 years കഴിഞ്ഞപ്പോൾ ക്ലോസ് ഡൗൺ ചെയ്തു. അതിനുശേഷമാണ് ആക്ച്വലി ഞാനൊരു ഫാമിലി ബിസിനസ്സിലേക്ക് വരുന്നത്. ഒരു ബെഞ്ച് മാർക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്, ബെഞ്ച് മാർക്ക് ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ട്. സ്കൂൾ സ്ക്രാച്ചിൽ തന്നെ ബിൽഡ് ചെയ്തു. പിന്നെ അതിന്റെ കൂടെ PVR ഡെവലപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ടൗൺഷിപ്പ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഈ രണ്ടായിട്ട് ഒരു ഫുള്ളായിട്ട് അതിന്റെ അകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ഒരു 6 വർഷം 2010 to 15. ഞാൻ ഫേസ്ബുക്കിൽ പലപ്പോഴും ശ്രദ്ധിക്കലുണ്ടായിരുന്നു. കുറച്ച് സ്കൂളുണ്ട്, ഇപ്പുറത്തെ ടൗൺഷിപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ശരിക്കുള്ള കഥകൾ അറിയില്ല. അതാണ് അതിന്റെ ഒരു കൈൻഡ് ഓഫ്. എന്നിട്ട് നമ്മളെ സ്കൂളിലുള്ള പ്രിൻസിപ്പൾ തന്നെ ഉണ്ണികൻ സാർ ഉണ്ട്. പിന്നെ ആക്ച്വലി സാർ എനിക്ക് തോന്നുന്നത് അവിടുത്തെ നമ്മൾ പഠിക്കുമ്പോൾ പ്രിൻസിപ്പളാ. പിന്നെ മൂപ്പറിക്ക് തോന്നുന്നു വേറെ എയർപോർട്ട് സ്കൂളിൽ പോയി. പിന്നെ അവിടുന്ന് നമ്മൾ സ്കൂൾ തുടങ്ങിയ സമയത്ത് ഞാൻ തുടങ്ങി 2ാമോ 3ാമത്തെ വർഷത്തിലാണ് സാറ് കൊണ്ടുവരുന്നത്. പക്ഷെ നിങ്ങളൊക്കെ കയ്യിലിരുന്ന് വെച്ചിട്ട് സാർ വരാനുള്ള സാധ്യത വളരെ കുറവാണല്ലോ. അല്ല അങ്ങനെയല്ല, അത് ഈ പറഞ്ഞ മാതിരി ഏറ്റവും കച്ചറുള്ള കുട്ടികള് അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി നമ്മൾ തന്നെ 9th 10th പാസ്സാക്കൂല എന്ന് പറഞ്ഞ പ്രിൻസിപ്പള് ഏറ്റവും കുറഞ്ഞ മാർക്ക് സ്കൂളിലെ റിസൾട്ട് പോകുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന പ്രിൻസിപ്പൾ തന്നെ നമ്മൾ പ്രിൻസിപ്പളായി കൊടുത്തു. പിന്നെ നമ്മളെ റസാഖ് സാർ ഉണ്ടായിരുന്നു, PT. റസാഖ് സാർ ഇപ്പൊ ഏകദേശം 14 വർഷം 15 വർഷമായിട്ട് വർക്കിലുണ്ട്. അതായത് സ്വന്തം സ്കൂളില് പഠിപ്പിച്ച മാഷിമാരെ പിടിച്ചിട്ട് സ്കൂൾ ഉണ്ടാക്കിയിട്ട് അവിടെ തന്നെ അവരെ പ്ലേസ് ചെയ്ത്. ഏകദേശം കുറെ ആൾക്കാരുണ്ട്. PVസില് പിന്നെ 11th 12th PVസിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ
സുരേഷ് സർ, സുഭാഷ് സർ, അങ്ങനത്തെ കുറെ ടീം അവിടെ അങ്ങനെ ആരും വിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ ഈ നമുക്ക് meeting- ഈസി അതാണല്ലോ, നമുക്ക് പെട്ടെന്ന് നല്ല നമുക്ക് ഏകദേശം അറിയാലോ എങ്ങനെ ആൾക്കാരെ പിക്ക് ചെയ്യണമെന്നുണ്ട്. പക്ഷെ മീറ്റിംഗ് ഒക്കെ ടഫ് ആയിരിക്കുമല്ലോ, ഇരിക്കണ ആളെ കാരണം ഇരിക്കേണ്ടി വരുമല്ലോ. റെസ്റ്റിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അല്ല ലൈക്ക് ഓൾമോസ്റ്റ് 15 years ആയി. ഇപ്പോഴും ആ ടീമൊക്കെ അവിടെ തന്നെ ഉണ്ട്. എനിക്ക് തോന്നുന്നു സ്കൂൾ ഡേയ്സ് പറയുമ്പോൾ എനിക്ക് ഓർമ്മ നിങ്ങളെ ബ്രേക്ക് ഡാൻസ്. നിങ്ങളൊരു 5 പേരായിരുന്നു അല്ലേ ആ ഗ്രൂപ്പ്? ഉണ്ടായിരുന്നു അത് നമ്മള് ആ. ബാച്ചും പിന്നെ നമ്മളെ സീനിയേഴ്സും ഉണ്ടായിരുന്നു. സീനിയേഴ്സ് ആരായിരുന്നു? ഷാൻ, പിന്നെ എന്താ പറയാ, ഷാനിഷ് മൊയ്തുണ്ട്, ഷാനിഷ് മൊയ്തുണ്ണി ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ ഒരു നവാസ് ഉണ്ട്, ജാഫർ, അങ്ങനെ ഒരു നമ്മളെ ഫസ്റ്റ് ഒരു സീനിയർ ടീം. പിന്നെയാണ് പിന്നെ ആക്ച്വലി ഞങ്ങളെ ബാച്ച് എല്ലാവരും ഓൾമോസ്റ്റ് ഞാന്, പിന്നെ ബിനൂബ്, അക്ബർ, അൻവർ, പിന്നെ അങ്ങനെ നമ്മളെ ആ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു പിന്നെ മാസിന്, അങ്ങനെ നമ്മളൊരു പിന്നെ അങ്ങനെ നിങ്ങളാരും ഹോസ്റ്റൽ ഗ്യാങ്. ഹോസ്റ്റൽ. അപ്പൊ ഈ ഒരു ഒറ്റ കാരണം കൊണ്ട് എനിക്ക് ഹോസ്റ്റലിൽ കയറുന്ന വരെ തോന്നി. എന്നിട്ട് ഏത് ഇവന്റ് സ്കൂളിൽ ഉണ്ടാവുമ്പോഴും നമ്മളെ മെയിൻ ഐറ്റം ബ്രേക്ക് ഡാൻസ് ഉണ്ടാവും. അത് ബ്രേക്ക് ഡാൻസ് പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ അതൊക്കെ ട്രോളായി മാറി. പണ്ടത്തെ മറ്റേ സാധനങ്ങളെ സ്റ്റെപ്പൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ 5th 6th പഠിക്കുമ്പോഴേക്കും അത് ഭയങ്കര 9th 10th ഒക്കെ ആയപ്പോഴേക്കും പിന്നെ സ്റ്റൈല് മാറി തുടങ്ങി. അല്ലല്ല, പക്ഷെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ഓളം ക്രിയേറ്റ് ചെയ്യുന്ന സംഭവമായിരുന്നു. നിങ്ങള് പിന്നെ എനിക്ക് ഓർമ്മ നിങ്ങൾ ആ താഴത്തേക്ക് ഇങ്ങനെ പോണത്, അതിന്റെ വീഡിയോ കിട്ടാൻ ഈ പോഡ്കാസ്റ്റിൽ ആക്ച്വലി എന്നാ പിന്നെ തീർന്നു അന്നത്തെ ട്രോളൊക്കെ കുത്തിപ്പോക്കാൻ മതി. ഓക്കെ, അപ്പൊ നിങ്ങള് ബെഞ്ച് മാർക്ക് സ്കൂൾ നടത്തി. പിന്നെ എങ്ങനെ സ്കൂളിൽ നിങ്ങള് എക്സ്പ്രസോയിലേക്ക് മൂവ് ചെയ്തു? അല്ല, ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മൾ സ്കൂള് നടത്തിയതിനു ശേഷം ആക്ച്വലി ഞാൻ ട്രൈഡ് ഔട്ട് സംതിങ്, ഒരു എഡ്യൂക്കേഷണൽ ഹബ്ബ് എന്നുള്ള കോൺസെപ്റ്റിൽ ഒരു സാധനം ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കത് കുഡിന്റ് മേക്ക് ഒരു കേരള ലാർജസ്റ്റ് എഡ്യൂക്കേഷണൽ ഹബ്ബ് എന്നുള്ള സാധനം എഡ്യൂക്കേഷനുമായി കണക്ട് ചെയ്ത് എഡ്യൂക്കേഷൻ നമ്മൾ എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ലൈക്ക് കാരണം രസമാണ് ആക്ച്വലി, സ്റ്റിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എഡ്യൂക്കേഷൻ. അപ്പോൾ ആ സമയത്ത് ആക്ച്വലി ആ പ്രൊജക്ട് സം ടെക്നിക്കൽ റീസൺ കാരണം ടേക്ക് ഓഫ് ചെയ്യാൻ വന്നത്. ആക്ച്വലി ആ സമയത്താണ് ഞാൻ IIMൽ എൻ്റെ നമ്മളൊരു 3 ഫ്രണ്ട്സ്, ലിജോ, രാജീവ്, സന്ദീപ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ കണക്ട് ആയി. അപ്പൊ അവർ നമ്മൾ കൂടി ഒരു കൺസൾട്ടൻസി, ASA കൺസൾട്ടിങ് എന്ന് പറഞ്ഞ ഫേം സ്റ്റാർട്ട് ചെയ്തു. ആ കൺസൾട്ടൻസിയിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി വന്നൊരു ഫേമാണ് ഒരു ഇവന്റ് കമ്പനി അല്ലെങ്കിൽ അഡ്വർടൈസിങ് കമ്പനി. അവരൊന്ന് സ്ട്രക്ചർ ചെയ്യണം, ഒന്ന് സ്കെയിൽ ചെയ്യണം. പിന്നെ നമ്മുടെ ഫ്രണ്ട് നസീർ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അവൻ്റെ ആക്ച്വലി ആ സാധനം നമ്മളിലേക്ക് വന്നപ്പോൾ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അത്. അങ്ങനെയല്ല, ആക്ച്വലി വി പ്ലേ വിത്ത് ഇമോഷൻസ് ഓഫ് ദ പീപ്പിൾ. അപ്പം നമുക്കൊരു സാധനം ക്ലിക്ക് ആക്കണം, ഒന്ന് സക്സസ് ആക്കണം എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് വിചാരിച്ചു കഴിഞ്ഞാൽ അത് ആക്കാൻ പറ്റാറുണ്ട് പലപ്പോഴും. അപ്പൊ ആക്ച്വലി പിന്നെ ഞാൻ മോർ ഓഫ് എന്റെ കോർ കുറച്ച് കഴിഞ്ഞപ്പോൾ കോർ എക്സ്പെർട്ടീസ് മോർ ദാൻ കൺസൾട്ടിങ് ആൻഡ് എൻറ്റയർ എന്താ പറയാ, ഈ പറഞ്ഞ മാതിരി ഇപ്പം മാനേജ്മെന്റ് കൺസൾട്ടിങ് അല്ലെങ്കിൽ സ്ട്രാറ്റജി അല്ലെങ്കിൽ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്. ശരിക്കും ആൾക്കാർ ഇപ്പൊ നാട്ടിൽ മൊത്തത്തിൽ കൺസൾട്ടിംഗ് എന്ന് പറയുമ്പോൾ ടോട്ടലായിട്ട് എടുക്കുക. അപ്പൊ എനിക്ക് മനസ്സിലായി മാർക്കറ്റിംഗ് ആൻഡ് ബ്രാൻഡിംഗ് ആണ് എന്റെ ഒരു കോർ ഏരിയ. പ്ലസ് അതിന്റെ ഇവന്റ്സ് ആൻഡ് ആക്ടിവേഷനും മൊത്തം പരിപാടി. അങ്ങനെ ഈ പിന്നെ ഫോക്കസ് ഫുള്ള് ഇതിലേക്ക് ഷിഫ്റ്റ് ആയി. നമ്മളെ കൺസൾട്ടൻസി ഒരു സൈഡിലൂടെ പോവുകയും ഈ എക്സ്പ്രസോ ആസ് എൻ ഏജൻസിന്റെ ഒരു ഗ്രോത്ത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ നിങ്ങളൊരു ഫസ്റ്റ് മേജർ പ്രൊജക്ട് എന്തായിരിക്കും? നമ്മൾ ആക്ച്വലി പിന്നെ ഫസ്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്ത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ലോഞ്ച് ചെയ്തു. അത് ആക്ച്വലി ഞങ്ങൾ വൈത്തിരി വില്ലേജിൽ വെച്ചിട്ടാണ് ലോഞ്ച് ചെയ്തത്. ഒരു മൈൻഡ് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞൊരു സാധനമായിരുന്നു. നമ്മുടെ മെന്റലിസ്റ്റ് ആദ്യം ബാലഭാസ്കറിനെ വെച്ചിട്ട് ഇറ്റ്സ് എ മിക്സ് ഓഫ് ഒരു എന്റർടൈൻമെന്റ് പ്ലസ് ഒരു ഇൻഫോർടൈൻമെന്റ് കൈൻഡ് ഓഫ് ഒരു ഇവന്റ് കൈൻഡ് ഓഫ് ഒരു സാധനം, ഒരു IP തന്നെ. അപ്പൊ ആ ലോഞ്ച് ഞങ്ങൾ ടിക്കറ്റ്സ് വെച്ച് സെൽ ചെയ്തിട്ട് പുറത്തുനിന്ന് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഒരു 1,500 ആൾക്കാരെ വൈത്തിരി വില്ലേജ് കംപ്ലീറ്റ്ലി ഫില്ല് ചെയ്തിട്ട് ഫസ്റ്റ് ഓഫ് ഇറ്റ്സ് കൈൻഡ് ഓഫ് ഒരു എക്സ്പീരിയൻസ് കൊടുത്തിട്ടാണ് നമ്മൾ ആക്ച്വലി അത് എക്സ്പ്രസോന്റെ ലോഞ്ച് ആണെന്നുള്ള സ്പെസിഫിക്കലി ആരും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ദാറ്റ് വാസ് അവർ ഫസ്റ്റ് മേജർ സ്റ്റാർട്ട് ഇവന്റ്. അപ്പം അതോടുകൂടി നമ്മളെ നെറ്റ്വർക്ക് ഭയങ്കര ബിൽഡ് ആയി. സോ ഇവന്റ് അതുവരെ ആരും കേരളത്തിൽ അങ്ങനെ ചെയ്യാത്ത കൈൻഡ് ഓഫ് ഒരു ഇവന്റ് ആയിരുന്നു. പിന്നെ അതിന്റെ കൈൻഡ് ഓഫ് പിന്നെ ആ ഒരു ഫോമാറ്റിനെ കുറെ ആൾക്കാർ പിന്നെ കുറെ അങ്ങനത്തെ ഇവന്റ്സ് നടന്നിട്ടുണ്ട്. 2017 ആയിരിക്കും May 20. അപ്പോ അവിടുന്നാണ് ആക്ച്വലി അതാണ് ഞങ്ങളുടെ ഒരു കിക്ക് ഓഫ്. അപ്പൊ ആ ഇവന്റ് നടത്തി എങ്ങനെയാണ് ആ ജേർണി? പിന്നെ ആക്ച്വലി നമ്മളൊരു ഇവോൾവ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ ആക്ച്വലി പിന്നെ ഒരു B സ്കൂൾ ഉണ്ടായിരുന്നു കോട്ടക്കലുള്ള ബിസിനസ് സ്കൂള്. ഫൈസൽ സാർ ഒക്കെ
അവരൊരു ഏത് ഫൈസൽ sir? ബി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് കോട്ടക്കലുണ്ട്, എക്സിക്യൂട്ടീവ് MBA. അവർ കുറച്ചുകൂടി ഫോക്കസ് ചെയ്തൊരു സാധനം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു ആഗ്രഹം സ്റ്റാൻഫോർഡ് ഓഫ് പിന്നെ മലബാർ ആവണം എന്നാണ്. പക്ഷെ സ്റ്റിൽ ദേ ആർ ഡൂയിങ് റിയലി ഗുഡ്. അപ്പൊ അവര് കാലിക്കറ്റിൽ ലോഞ്ച് ചെയ്യണം എന്നുള്ളൊരു തോട്ട്, ഒരു ഫസ്റ്റ് ലോഞ്ച് ചെയ്തിട്ട് പിന്നെ ദേ കുഡ് ടേക്ക് ഓഫ്. അപ്പം ആക്ച്വലി നമ്മുടെ അടുത്ത് വന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അന്നപ്പത്തെ നമ്മൾ അൽസലാമായി ഹോസ്പിറ്റൽ, അൽസലാമിയും പിന്നെ ഇവര് കൂടി ടൈപ്പ് ആയിട്ട്, സോ ആ സാധനം വി വർക്ക്ഡ് ഔട്ട്. അപ്പം ആരാണ് അതിന്റെ റൈറ്റ് ടാർഗറ്റ് ഓഡിയൻസ്, ആരാ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത്? നമ്മളെ നാട്ടില് ഈ 5-10 വർഷമായിട്ട് കച്ചവടം ചെയ്തിട്ട് നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇവർക്ക് സംഭവം ലാക്ക് ഓഫ് നോളജ് കാരണം നെക്സ്റ്റ് ലെവലിലേക്ക്, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൺസൾട്ടന്റ് ആവാം. അപ്രോച്ച് ലോട്ട്സ് ഓഫ് കൺസൾട്ടന്റ്. പക്ഷെ ഈ കൺസൾട്ടൻസ് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാനുള്ള നോളജ് ഇവർക്കില്ല. അപ്പൊ ഈ ഒരു കോഴ്സ് ആണ് എക്സിക്യൂട്ടീവ് MBA എന്ന് വിളിക്കുന്നുണ്ട്, വീക്ക്ലി വൺസ്. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് കോഴ്സ് ആയിരുന്നു ഇവർ ചെയ്തത്. അത് നമ്മൾ കറക്റ്റ് ആയിട്ട് കടവിൽ വെച്ചിട്ട് ഒരു 350 ഓണ്ടർപ്രണേഴ്സിനെ വിളിച്ചു. എനിക്ക് തോന്നുന്നു മലബാർ അഹമ്മദ് ഗസ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. അങ്ങനെ ഇതെന്താണ് വാട്ട് ദേ ഡു, അതിൽ 1-2 മുമ്പ് എക്സിക്യൂട്ടീവ് MBA അറ്റൻഡ് ചെയ്ത ആളുകൾ വന്ന് അവരുടെ ടെസ്റ്റ് മോഡൽസ് ഷെയർ ചെയ്തു. സോ അവിടെ നിന്ന് അങ്ങോട്ട് അവർക്ക് സിമ്പിളായിട്ട് അറിയണമെങ്കിൽ അവർ പറഞ്ഞ് കുറച്ച് എക്സ്പെൻസീവ് ആണ്, വീക്ക്ലി വൺസ് ആണ് ക്ലാസ്. അപ്പോൾ അവർ പറഞ്ഞ എനിക്കിപ്പോൾ ഓർമ്മ ഉണ്ട്, അൽസലാമിന്റെ ഷംസദ് പറഞ്ഞത് ഒരു 0 to 10 ആൾക്കാർ വന്നാൽ, ഒരു 10 ആൾ വരെ വന്നു കഴിഞ്ഞാൽ പ്രോഗ്രാം സക്സസ്. ഓക്കെ, ഒരു 10 to 20 ആൾക്കാർ ജോയിൻ ചെയ്താൽ സൂപ്പർ സക്സസ്. 20 to 30 ആൾക്കാർ ജോയിൻ ചെയ്താൽ ഒരു രക്ഷയില്ല. വേറെ ബിയോണ്ട് എന്നാണ്. ആക്ച്വലി എനിക്ക് തോന്നുന്നു 33 ആൾക്കാരായിട്ട് ഫസ്റ്റ് ബാച്ച് ജോയിൻ ചെയ്തു. അപ്പൊ അത് നമ്മളൊരു ഭയങ്കര സക്സസ് സ്റ്റോറി ആയിരുന്നു. സോ അത് നമ്മൾ എടുത്തൊരു അപ്രോച്ച് എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിരുന്നു. കാരണം വി യൂസ് ഔട്ട്ഡോർ, നമ്മളെ ന്യൂസ് ലെറ്റേഴ്സ് പ്രിന്റ് ചെയ്തു. സോ വി ഗേവ്, പിന്നെ ഡയറക്ട്ലി 350 ആൾക്കാരെ പോയിട്ട് വിളിച്ചു. അവരെ ടാർഗറ്റ് ഗ്രൂപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് അവരിലേക്ക് എത്താൻ എന്തൊക്കെ മാർഗങ്ങൾ എന്നുള്ളത് ആക്ച്വലി പറഞ്ഞ മാതിരി 360 ആയിട്ട് നമ്മൾ യൂസ് ചെയ്തു. ഔട്ട്ഡോർ യൂസ് ചെയ്തു നമ്മൾ, പിന്നെ പ്രിന്റ് മീഡിയ, ഫോർ എക്സാമ്പിൾ ന്യൂസ് ലെറ്റേഴ്സ് കാര്യങ്ങൾ അവരിലേക്ക് എത്താൻ യൂസ് ചെയ്തു. ഡയറക്റ്റ് മാർക്കറ്റിംഗ്, അവരെ പേഴ്സണലി പോയിട്ട് ഇൻവൈറ്റ് ചെയ്തു. അങ്ങനെ നമ്മൾ ആ ഒരു പിന്നെ അതിനെ ഡിജിറ്റലി നമ്മൾ പ്രൊമോട്ട് ചെയ്തു. അങ്ങനെയാണ് ആ ഒരു ക്യാമ്പയിൻ ഞങ്ങൾക്ക് സക്സസ് ആയതോടുകൂടി നമ്മൾ ആക്ച്വലി നമ്മൾ ആസ് എൻ ഇവന്റ് കമ്പനി ആയിട്ടായിരുന്നു ഞങ്ങളെ വിളിച്ച് പ്ലേസ് ചെയ്തിരുന്നത്. പക്ഷെ ഇൻഫാക്ട് നമ്മൾ ഈ സർവീസസ് എല്ലാം പ്രൊവൈഡും ചെയ്യണ്ടായിരുന്നു. പക്ഷെ അത് മേ ബി ഒരു 2 to 3 years ഡൗൺ ദ ലൈനിലാണ് നമ്മൾ ആക്ച്വലി ഞങ്ങളെ റീപൊസിഷൻ ചെയ്യുന്നത്. ഫിഗർ ഔട്ട് ചെയ്ത് ആക്ച്വലി അതൊരു ഇവന്റ് നമ്മൾ ചെയ്യുമ്പോൾ അത് ആക്ച്വലി നമ്മളൊരു ഓവർ ദ ഇയേഴ്സിലെ എക്സ്പീരിയൻസിൽ എന്ത് വർക്ക് ആവും, ആ വർക്ക് ആവാൻ വേണ്ടിയിട്ട് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്താൻ എന്തൊക്കെ മാർഗം. എപ്പോഴും വിശ്വസിക്കുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനത്തിൽ ടാർഗറ്റ് ഓഡിയൻസിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക, അവിടുന്ന് അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കുക, അവരുടെ ഡെമോഗ്രാഫി മനസ്സിലാക്കുക, അവരുടെ സൈക്കോ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് നമുക്ക് എത്താൻ എന്ത് മാർഗം നോക്കി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി പിന്നെ മാർക്കറ്റിംഗ് ഭയങ്കര ഈസി ആവും, അല്ലേ? പ്രശ്നമൊന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങളൊരു 350 ആൾക്കാരാണല്ലോ ഇതിനകത്ത് ഫോക്കസ് ചെയ്തത്. അപ്പൊ നിങ്ങൾ വിചാരിച്ചിരുന്നത് 30 അല്ലെങ്കിൽ 10% കൺവേർഷൻ ഉണ്ടാവും എന്നുള്ളതാണ്. 350 വന്നു, അതിലൊരു ഏകദേശം ഒരു 10% കൺവേർഷൻ ആണ് 350 ആൾക്കാർ. സോറി, ഔട്ട് ഓഫ് 350 നമുക്കൊരു 35 പേര്, അവിടെ 33 പേരൊക്കെയാണ് ഐ തിങ്ക് ജോയിൻ. പിന്നെ ആക്ച്വലി ഇതിന്റെ then it went on. പിന്നെ നമ്മൾ ആവശ്യം വന്നിട്ടില്ല. അതെ, ആ ഒരു ഇവന്റ് ഞാൻ മനസ്സിലാക്കി. ഇപ്പൊ ഞാൻ പലതും നിങ്ങൾക്ക് ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങൾ ആ ഒരു ഇവന്റ്, ആ ഒരു ലോഞ്ച് ഇവന്റ്, അത് നിങ്ങൾ അങ്ങോട്ട് പൊടിക്കും. അതിപ്പോ ശോഭികന്റെ കേസിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ബെഡ്സിന്റെ കേസിൽ കണ്ടിട്ടുണ്ട്, ലക്ഷ്യന്റെ കേസിൽ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുണ്ട് റോയൽ ഡ്രൈവ്. നമ്മൾ റോയൽ ഡ്രൈവ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തു നമ്മൾ. ഓക്കെ, അത് എനിക്കറിയില്ല. റോയൽ ഡ്രൈവ് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന്, ഞാൻ ദുബായിലായിരുന്നു. ഞാൻ 18 ലാസ്റ്റ് ആയിപ്പാണ് തിരിച്ചിങ്ങോട്ടേക്ക് റോയൽ ഡ്രൈവും ചെയ്തത്. 18 ആണ് ഐ തിങ്ക്. റോയൽ ഡ്രൈവിന്റെ എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ഒരു ലോഞ്ച്? റോയൽ ഡ്രൈവ് മോർ ഓഫ് ആക്ച്വലി ഇതിന്റെ റീബ്രാൻഡ് ചെയ്തത് നമ്മളാ. റോയൽ ഡ്രൈവ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് നമുക്ക് നാട്ടില് യൂസ് ലക്ഷറി കാർസ് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ മലബാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ മറ്റേ ഷെഡൊക്കെ കെട്ടിയിട്ട് അതിലിങ്ങനെ നിരത്തി വെക്കുന്നത്. അവിടെയാണ് ആക്ച്വലി റോയൽ ഡ്രൈവിന് മുജീബ് ഖാ അത്യാവശ്യം നല്ലൊരു വിഷണറി ഓണ്ടർപ്രണർ. അപ്പൊ മുജീബ് ഖാ മലപ്പുറത്ത് ഇതേമാതിരി തന്നെ ഒരു 6 ഷട്ടറിൽ ഈ സാധനം വെച്ചിട്ട് കോഴിക്കോട് ഭയങ്കര ഡ്രീമോട് കൂടി വരാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പോ ഓവറോൾ ദ എക്സ്പീരിയൻസ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഒരു യൂസ് ലക്ഷറി കാർ വാങ്ങുന്നത് ഷുഡ് ബി എ പ്രൗഡ് മൊമെന്റ്. മറ്റേ പണ്ടൊന്നും
തമാശ സീരിയസ്ലി പറയുകയാണെങ്കിൽ ഉണ്ടാവില്ല നമ്മളെ നാട്ടിലൊക്കെ ഈ സെക്കൻഡ് ഹാൻഡ് കാർസ് വാങ്ങിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കുറെ കാലം കൊണ്ടെടുക്കും. മീൻസ് രജിസ്റ്റേർഡ് സ്റ്റിക്കർ എന്നിട്ട് ഒരു 6 മാസം 3 മാസം ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ആൾക്കാർ നമ്പർ പ്ലേറ്റ് ഇടും. അങ്ങനെ മീൻസ് അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. അതായത് നമ്മള് ബോംബെനൊക്കെ വണ്ടി അത് മുമ്പ് എങ്ങനെ ചെയ്ത് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ആ സമയത്ത് മീൻസ് എനിക്ക് തോന്നുന്നു റീ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ റീ രജിസ്ട്രേഷൻ പക്ഷെ അതിന്റെ ഇടയിൽ ഈ സാധനം എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കാർ പണ്ട് അങ്ങനെ നമ്പർ പല ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി യൂസ് ചെയ്യുന്ന പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര മടിയുള്ള ഒരു കാലമായിരുന്നു. അപ്പൊ അവിടുന്നാണ് ഈ ആക്ച്വലി ഓൾ ഷിഫ്റ്റ് സംഭവിച്ചിട്ട് ഇങ്ങനത്തെ തോട്ട് പ്രോസസ്സിലേക്ക് മൂപ്പര് വരുന്നത്. അപ്പൊ നമ്മൾ സംസാരിച്ച സമയത്ത് മൂപ്പര് 6 മാസം മുമ്പ് ലോഗോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആക്ച്വലി ലോഗോ റീബ്രാൻഡ് ചെയ്യണമെന്നാണ്. ഇപ്പൊ റീസെന്റ് ഞങ്ങളൊരു ഞാൻ മൂപ്പരും ഒരു സിഇഒ കോഴ്സ് സിഇഒ ഫൗണ്ടേഷൻ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അതില് സ്പീക്കറായിട്ട് പോയ സമയത്ത് മുജീബ് കാരണം അന്ന് എക്സ്പ്രസോ സെറ്റ് ചെയ്ത ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഒരു എലമെന്റ് പോലും ഞങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ കൊച്ചി ബ്രാഞ്ച് തുടങ്ങിയ സമയത്ത് പുതിയ ഒരു മാനേജർ വന്ന സമയത്ത് അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ട് നമ്മൾ ഈ ബ്രാൻഡ് കളേഴ്സിലല്ലാത്ത ഞാൻ അദ്ദേഹത്തിനോട് ആ വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടുന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. ബിക്കോസ് അത് നമ്മളെ ബ്രാൻഡ് കളേഴ്സിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ എന്താ വെച്ചാല് നമ്മൾ ആക്ച്വലി ഒരു ടാഗ് ലൈൻ മുതൽ ഇപ്പോഴും ഓർമ്മയുണ്ട് ആറ്റ് പവർ എന്നുള്ള ടാഗ് ലൈൻ പ്ലസ് ഈ ബ്രാൻഡ് ഐഡന്റിറ്റി 6 മാസം മുമ്പ് ചെയ്ത സാധനം നമ്മൾ പോയിട്ട് കൺവിൻസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്തു. ഈവൻ അതിന്റെ എൻവയോൺമെന്റൽ ഗ്രാഫിക്സിൽ ആർക്കിടെക്ചറൽ പാർട്ടിൽ വരെ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മളിങ്ങനെ ബൈപ്പാസിൽ പാസ് ചെയ്യുമ്പോൾ കാണുന്ന പുറത്തൊരു സൈനേജ് ഉണ്ട്, ഒരു റെക്ടാംഗിൾ പ്ലസ് മിക്സ്. അത് നമ്മൾ ആർക്കിടെക്ചറിനെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് മീൻസ് ആ സൈനേജിൽ വരെ ഡിസൈനിൽ വരെ നമ്മള് പ്രീമിയം ഫീല് വരണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആക്ച്വലി നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസ് ഞാനിപ്പോ ദുബായിൽ വളർന്നതാണ്. ഇവിടെ നമ്മൾ ഏതൊരു ഓഡിയൻസ് ഒരു വീഡിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും പ്രീമിയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഈ പ്രത്യേകിച്ച് UAE ഒരു ബേസ് നമുക്ക് ഉള്ളതുകൊണ്ട് ദുബായ് ആയിട്ടാണ് സൗദി ആണെങ്കിലും അപ്പൊ ആൾക്കാർക്ക് പലപ്പോഴും ആ ഒരു സർവീസ് നമ്മളെ നാട്ടില് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ശരിക്കും റോയൽ ഡ്രൈവ്. ആ ഷിഫ്റ്റ് ആൾക്കാർക്ക് ആ ഹൈജീൻ, ക്ലെൻലിനെസ്, പ്രോപ്പർ കെയർ, സർവീസ്, ഇത് അതായത് പുതിയ കാർ എടുക്കണ പോലത്തെ ഒരു ഫീലാണ്. പുറത്തിന് നോക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഫീൽ ഉണ്ടാവില്ല റോയൽ ഡ്രൈവില്. അപ്പോ ആക്ച്വലി റീബ്രാൻഡ് ചെയ്തു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഇനീഷ്യലി ഞങ്ങൾക്ക് കിട്ടിയ ബ്രീഫ് നമുക്ക് ദുൽഖർ ഭയങ്കര കാർ ലവറാണ്. അതെ. അപ്പൊ ദുൽഖറിനെ വെച്ചിട്ട് നമുക്ക് ഇത് ഷോറൂം ലോഞ്ച് ചെയ്തതാണ്. അപ്പൊ ആക്ച്വലി ഞാനത് നമ്മള് ടീം അതൊരു കോൺട്രഡിക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയും ഒരു സെയിം സാധനം വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഒന്നുകൂടി റീഡിഫൈൻ ചെയ്തു. ഇപ്പം ദുൽഖർ വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ഒരു ക്രൗഡ് വരും, പക്ഷെ ജനറൽ ക്രൗഡ് വരും. ആ ജനറൽ ക്രൗഡ് അല്ല ആക്ച്വലി റോയൽ ഡ്രൈവിന് വേണ്ട ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ അവിടെ വരുമ്പോ മൊത്തത്തിൽ ആള് നിറഞ്ഞു കൂടും. ചിലപ്പോൾ അവിടെ നമ്മളന്ന് റോൾസ് റോയ്സ് കൊണ്ടുപോയിട്ടുണ്ട്, ആudi ഉണ്ട്, BM ഉണ്ട്, ഇപ്പൊ നമുക്കിവിടെ വരക്കും അല്ലെങ്കിൽ അത് പിന്നെ ആകെ ഒരു വൺ ക്രൗഡ് വരും. പക്ഷെ അതുകൊണ്ട് റോയൽ ഡ്രൈവിന് പ്രത്യേകിച്ച് ഒരു വോ ഫാക്ടർ ആളുകൾ അറിയുന്നില്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കില്ല. അപ്പൊ നമ്മൾ അതിനൊന്ന് റിവേഴ്സ് ചെയ്ത് ആ തോട്ട് പ്രോസസ് ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പിടിച്ചത് ഇതേമാതിരി തന്നെ ഈ ലക്ഷറി കാർസ് വാങ്ങാൻ സാധ്യത അല്ലെങ്കിൽ വാങ്ങിയതുമായിട്ടുള്ള ഒരു 500 ഡാറ്റ ഞങ്ങൾ ലിസ്റ്റ് ചെയ്തു കാലിക്കറ്റ്. അതായത് അവര് ഇതിനു മുമ്പ് മലപ്പുറത്തായിരുന്നു. മലപ്പുറത്ത് കോഴിക്കോടേക്ക് വരും. ആക്ച്വലി അവർക്ക് കോഴിക്കോട്ടേക്ക് പ്രത്യേകിച്ച് നെറ്റ്വർക്കോ കണക്ഷൻസോ പുതിയ സാധനങ്ങളോ ഒന്നുമില്ല. സോ നല്ലൊരു ഒരു വേൾഡ് ക്ലാസ് ഷോറൂം, സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ് ഒരു ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ യൂസ് ലക്ഷറി കാർ ഷോറൂമാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ്, ഡിസൈൻ വൈസ് അവർ ദേവർ ഓൺ ട്രാക്ക്. ഈവൻ കളക്ഷൻ വൈസും ഒക്കെ ഓരോ കോർ എക്സ്പെർട്ടീസ് ആണ്. അതെ. അപ്പൊ അത് നമ്മുടെ എക്സ്പെർട്ടീസ് അല്ല, അവരുടെ എക്സ്പെർട്ടീസ്. പക്ഷെ അതെങ്ങനെ ടു റീച്ച് ഔട്ട് ടു ദ ടാർഗറ്റ് ഓഡിയൻസ് ദ റൈറ്റ് വേ എന്നുള്ളതാണ് നമ്മളെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളെ എക്സ്പെർട്ടീസ്. അപ്പൊ ആ ഒരു തോട്ടിൽ നിന്ന് എന്ത് ചെയ്തു, നമ്മള് ഇവരെ നമ്മൾ പറഞ്ഞു ദുൽഖർ വേണ്ട, ദുൽഖർ മേ ബി സേ ഫോർ എക്സാമ്പിൾ വി ആർ പേയിങ് അറൌണ്ട് ഒരു 40 to 50 lakhs, മേ ബി ആ സമയത്ത് 25-30 lakhs, പിന്നെ ഒരു ഈവന്റ് ഒരു 40-50 ലക്ഷം രൂപ ദുൽഖറിനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ മുടക്കും. മേ ബി ഇപ്പം റേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷെ ദാറ്റ് വുഡ് ബി ആൻ ഐഡിയൽ എമൗണ്ട് വിച്ച് ഒരു ദുൽഖർ എന്ന് പറഞ്ഞ ബ്രാൻഡ് അംബാസിഡറിന് കൊടുക്കുന്നത്. ബ്രാൻഡ് അംബാസിഡർ എപ്പോഴും വേണ്ടെന്നല്ല കേട്ടോ, ഡിപ്പെൻസ് ഓൺ ദ ബ്രാൻഡ്, ഡിപ്പെൻസ് ഓൺ ദ റിക്വയർമെന്റ്, ഡിഫേഴ്സ്. അങ്ങോട്ട് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. യു ഷുഡ് ആക്ച്വലി തിങ്ക് ഇറ്റ് വെരി ലൗഡ്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഒരു 500 പേരെ ഐഡന്റിഫൈ ചെയ്തു. 500 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാക്കി.
ആ ഇൻവിറ്റേഷൻ ആയിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ. നമ്മൾ ആക്ച്വലി കാറിന്റെ സ്കെയിൽ മോഡൽ വാങ്ങി. റോൾസ് റോയ്സ്, ബെന്റ്ലി, എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് മൊജിക്കോന്ന് ഓർഡർ ചെയ്ത് 550-600 സ്കെയിൽ മോഡൽ കാർസ് ഓർഡർ. എന്നിട്ട് നമ്മൾ അതായത് പാക്ക് ചെയ്തു. വുഡ് യു ലൈക്ക് ടു ഓൺ ദ റിയൽ വൺ? അതായിരുന്നു അതിന്റെ മുകളിൽ കോപ്പി. അതായിരുന്നു ഞങ്ങളുടെ ഇൻവിറ്റേഷൻ. ആറ്റ് യുവർ പവർ എന്നുള്ളതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് വി ഗേവ് ഇറ്റ്. ഈ ഒരു 500 ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിലെ പാർട്ട്നേഴ്സ് മുജീബ് കടക്കലിലെ ആളുകൾ പേഴ്സണലി പോയിട്ട് ഇങ്ങനെ ഷോറൂം വരുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ സ്റ്റിൽ ഐ റിമെമ്പർ കുറെ ഓണ്ടർപ്രണേഴ്സിന്റെ ടേബിൾ ഈവൺ ആഫ്റ്റർ 4-5 years ഞാൻ ആ റോയൽ അതിന്റെ മുകളിൽ കാറിന്റെ മുകളിൽ ആ സ്കെയിൽ മോഡലിന്റെ മുകളിൽ ഇവരുടെ ലോഗോ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. അതിപ്പോഴും ഞാൻ സ്റ്റിൽ ഇപ്പോഴും നമ്മൾ പോകുമ്പോൾ കുറെ ആൾക്കാരായി ഈവൻ എനിക്ക് തോന്നുന്നു. സോ അത് കുറെ ഓണ്ടർപ്രണേഴ്സിന്റെ കയ്യിൽ സ്റ്റിൽ ദേ ഹോൾഡ് ദാറ്റ് ഒരു. എന്നിട്ട് എന്താ വെച്ചാല് ആ ഇനോഗ്രേഷൻ വാട്ട് വി ഡിഡ് ഇസ്, അപ്പൊ ആ ഒരു പിന്നെ മോഡല് എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ? അല്ല, ഒന്നുമില്ല, ഒരു 550 രൂപ അല്ലെങ്കിൽ മേ ബി 1000 rupees ആണ് വിവിധ കോസ്റ്റ് കൊടുക്കാൻ മാറും. സോ 50,000 റുപ്യാണ്, 50 ലക്ഷം 50,000. സോ ആ ഇൻവിറ്റേഷൻ പാക്ക് ചെയ്ത് നല്ല രസമായിട്ട് നമ്മൾ കൊടുത്തു, റീച്ച് ഔട്ട് ദ പീപ്പിൾ. എന്നിട്ട് കുറച്ച് ഇനോഗ്രേഷൻ ഒന്നുകൂടി ഡിഫറെന്റ് ആക്കി. കാരണം എന്താ വെച്ചാൽ അന്നത്തെ സെയിം ഡേ നമ്മൾ ഒരു 14 ഡെലിവറി, ഞാൻ 11 എന്നൊക്കെ പറഞ്ഞ മുജിക്ക് കഴിഞ്ഞ മീറ്റിംഗ് 11 14 ഡെലിവറി. സോ 2 സൂപ്പർ ബൈക്സും 11, 13, 12 കാർസ്. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം ആസാദ് മൂപ്പൻ ഉണ്ടായിരുന്നു, പിന്നെ മുനോൽ തങ്ങൾ ഉണ്ടായിരുന്നു, മൽബാർ നിഷാദ് ക, വൈലേട്ട സുലൈമാൻ ക, അലിയത്തിന് ഹോമൻ, അങ്ങനെ ദർ ആർ ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഹു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഓണ്ടർപ്രണേഴ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തു. അല്ല, അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് 500 ഫിൽട്ടർ ചെയ്തത്? ബേസിക്കലി 500ന്റെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഓപ്പൺ ആർ ഐസ് ആൻഡ് ലുക്ക് ഇൻ ടു ദിസ് കാലിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് ലക്ഷറി കാർ ഉപയോഗിക്കുന്നത് വെച്ചാൽ 4-5 ആൾക്കാരെ കോൺടാക്ട് ചെയ്തത് തന്നെ ഡെഫിനറ്റ്ലി. പിന്നെ 6 ഫ്രട്ടേണിറ്റി ഉള്ളതും ആൾക്കാർ, ഇറ്റ് ഈസ് വെരി സ്മോൾ സിറ്റി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് ജസ്റ്റ് നോട്ട് കാലിക്കറ്റ്, ഞാൻ പറഞ്ഞത് മലപ്പുറം കാലിക്കറ്റ്, ഈ ഒരു മലബാർ ഏരിയയിലുള്ള ഒരു 500 പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതായത് ബേസിക്കലി 5 ആളെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇതിന്റെ ഒരു തോട്ട് ലൈൻ പലപ്പോഴും അങ്ങനെ തന്നെ വർക്ക് ചെയ്യാം. അപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ചാൽ മറ്റേ അൽസലാമൊക്കെ ഇൻവൈറ്റ് 350 ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ പീപ്പിൾ ആർ ഓൾവേസ് റെഡി ടു ഹെൽപ്പ്. ഇവിടുത്തെ ഞാൻ വലിയൊരു ഒരു ബിക്കോസ് സൗത്തിലേക്കൊക്കെ പോകുമ്പോൾ മേ ബി സ്ലൈറ്റ്ലി ഡിഫേഴ്സ്, പക്ഷെ ഇവിടെ എന്ത് ചോദിച്ചു വന്നാലും ഇവിടെ നമ്മളെ മൈൻഡ് മ്യൂസിക് 1500 ആൾ വന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഓണ്ടർപ്രണേഴ്സും വന്നിട്ടുണ്ട്. ഈവൻ ഒരു ഹ്യൂജ് ടെക്സ്റ്റൈൽസ് ഇവിടെ ഓപ്പണിംഗ് ആയിരുന്നു നാളെ. അതിന്റെ ഓണറിന്റെ തലേന്ന് വിത്ത് ഫാമിലി അവിടെ വന്നിരിക്കുന്നുണ്ട്. കാരണം അപ്പൊ നമ്മളിവിടെ ആൾക്കാർ എന്താ ചെയ്യുക, നല്ലത് എന്ത് കണ്ടാലും അല്ലെങ്കിൽ പുതിയ നല്ലൊരു സ്ഥാപനം വരികയാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം. സോ കോണ്ടാക്ട് ഉണ്ട്, അവനെ വിളിച്ചോ അവൻ വന്നോട്ടെ, അതവര് വിളിക്കും, ഒരു നമ്പർ തരും, മെസ്സേജ് അയക്കും. ആ ഒരു എക്കോസിസ്റ്റം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അത് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആ 500 നമ്പേഴ്സിലേക്ക് എത്തിയത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു റോയൽ ഡ്രൈവ് കേരളത്തിന്റെ തന്നെ വര ആക്ച്വലി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ വലിയ പ്രീമിയം കാർസിന്റെ ഷോറൂംസ് എല്ലാം. എനിക്ക് സ്റ്റിൽ ഐ റിമെമ്പർ പീപ്പിൾ സേ ഇറ്റ് വോണ്ട് വർക്ക്, അല്ലെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആവും, അല്ലെങ്കിൽ ഇത് നടക്കൂല, വർക്ക്ഔട്ട് ആവില്ല. പിന്നെ സ്ലോലി ഓവർ ദ ടൈം എവ്രി വൺ വാണ്ട് ടു സ്വിച്ച്, എല്ലാവരും മാറി. പിന്നെ അങ്ങനത്തെ എല്ലാത്തരം ഓപ്ഷൻ ഒന്നുമില്ല. ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ കയറി ചെല്ലാനൊരു സ്ഥലം, ചോദിക്കാനൊരു സ്ഥലം, നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. ഈവൻ പീപ്പിൾ ആർ റെഡി ടു പേ 10%, 20% എക്സ്ട്രാ ഫോർ എ കാർ, വാട്ട് എവർ ഇറ്റ് മേ ബി. കാരണം ആ സർവീസിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പ്രീമിയം കാസ് വാങ്ങിക്കുന്നവർക്ക് പിന്നെ അതല്ല പ്രശ്നം, എനിക്ക് ആ കാറ് ആ എക്സ്പീരിയൻസ് കിട്ടണമെന്നുള്ളതും കൂടിയാണ്. അപ്പം അവിടുന്നാണ് ആക്ച്വലി ആ ഇൻവിറ്റേഷൻ കഴിഞ്ഞ പിന്നെ ഇതുപോലെ നമ്മളൊരു സെലക്ടഡ് ആയിട്ടുള്ള ഒരു 14 ഓണ്ടർപ്രണേഴ്സ് 14 വണ്ടി ആ സെയിം ഡേ ഒരേ മൊമെന്റിൽ ഡെലിവർ ചെയ്തു. എനിക്ക് സ്റ്റിൽ ഐ റിമെമ്പർ ആസാമുപ്പനായിരുന്നു ഇനോഗ്രേഷൻ ചെയ്തത്. ഈവൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ആസാമുപ്പൻ വാസ് ഇനോഗ്രേഷൻ ചെയ്ത് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഏത് കാറാണ് ഞാൻ ഡെലിവറി ചെയ്യുന്നത്. സോ ആക്ച്വലി നമ്മൾ അത് പ്ലാൻഡ് അല്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഇനോഗ്രേഷൻ ആണ്, പിന്നെ ഓരോ പിന്നെ ബട്ട് വി മാനേജ്ഡ് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അവിടുന്ന് അങ്ങോട്ട് ആ 14 വണ്ടി ഡെലിവർ ചെയ്തു. അപ്പം ഇറ്റ് ഇസ് വെന്റ് ഓൺ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പ്രസോന്റെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഇപ്പോഴും സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഓക്കെ രശ്മികന്റെ വീഡിയോ എന്നതിന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ റോയൽ ഡ്രൈവ് 2017 ഇനോഗ്രേറ്റ് ഓർഗാനിക്കലി നമ്മൾ യൂട്യൂബിൽ. അത് ബേസിക്കലി ആസ്പിറേഷണൽ ആണല്ലോ. എവരിബഡി വാണ്ട്സ് ടു ഓൺ എ ലക്ഷറി കാർ അറ്റ് സം പോയിന്റ് ഇൻ ലൈഫ്. ഓക്കെ, അപ്പൊ അതിന്റെ അകത്ത് എനിക്ക് മനസ്സിലായത്, ഇപ്പൊ നിങ്ങളെ ഞാൻ ശ്രദ്ധിച്ച മനസ്സിലായത്, നിങ്ങൾ ആ ലോഞ്ച് ഇവന്റ് തകർക്കും. എനിക്ക് തോന്നുന്നു ഈവൻ ശോഭികന്റെ ലോഞ്ച്, ആ ടെക്സ്റ്റൈൽസിന്റെ ലോഞ്ച്, പിന്നെ എനിക്ക് ഇപ്പൊ നിങ്ങൾ എല്ലാ കൊല്ലവും ഒരു പെർട്ടിക്കുലർ ടൈമിൽ അവർക്ക് ഇവന്റ് ഇത് ചെയ്യോ? അത് ആക്ച്വലി
പിന്നെ ആ ഒരു ഫോമാറ്റ് ഇങ്ങനെ മാറി. കാരണം ശോഭികയും ഇതേമാതിരി തന്നെ കോഴിക്കോടേക്ക് വരുന്ന ഒരു ചെറിയ ബ്രാൻഡിൽ നിന്ന് പെട്ടെന്ന് ഒരു ലാർജ് ബ്രാൻഡ് സ്വിച്ച് ചെയ്യുന്ന അവരുടെ ആക്ച്വലി പറയുകയാണെങ്കിൽ കേരളത്തിലെ ലാർജസ്റ്റ് വെഡിങ് മോൾ എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് ശോഭിക കോഴിക്കോട്ടേക്ക് വരുന്നത്. അപ്പോൾ ദാറ്റ് വാസ് എന്താ പറയുക, കോഴിക്കോട് അതിൻ്റെ മുമ്പ് എനിക്ക് തോന്നുന്നു കല്യാണം വന്നിട്ടുണ്ട്, ജയലക്ഷ്മി വന്നിട്ടുണ്ട്, പുറത്തുനിന്ന് ബ്രാൻഡ്സ് വന്നിട്ടുണ്ട്. ഡൂയിങ് ഡീസൻറ്റ് ബിസിനസ് ചെയ്യുന്നുണ്ട് എല്ലാവരും, മോശമൊന്നുമില്ല. പക്ഷേ ഇറ്റ്സ് ലൈക്ക് ഒരു വാവ് ഫാക്ടർ അല്ലെങ്കിൽ കോഴിക്കോട്ടുകാരുടെ ഒരു കോഴിക്കോട് എൻ ഇമോഷൻ. കാരണം കോഴിക്കോടത്തെ ബ്രാൻഡ് അല്ലെങ്കിൽ സർട്ടൻ ചില ബ്രാൻഡ്സുകൾ ഉണ്ടായിരുന്നു. നമ്മളന്ന് വരുന്ന സമയത്ത് സിൽക്കി വാസ് ഡൂയിങ് വെരി ഗുഡ്, കല്യാൺ കേന്ദ്ര ഉണ്ടായിരുന്നു തോട്ടത്തില്. അപ്പോൾ ആ ഒരു സ്പേസിലേക്കാണ്. അപ്പം ഈവൻ ഇവിടെ എല്ലാ ടെക്സ്റ്റൈൽ ഓണേഴ്സ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക്, കാരണം കൊയിലാണ്ടി ആയിരുന്നു ശോഭികന്റെ സെക്കൻഡ്, പിന്നെ ആദ്യം കുറ്റിയാടി, പിന്നെ കൊയിലാണ്ടി, പിന്നെയാണ് എനിക്ക് തോന്നുന്നു മൂന്നാമത്തെ സ്റ്റോർ ആയിരുന്നു കോഴിക്കോട്. ആ വരുന്ന പറഞ്ഞ ഒരു 80,000 to 1 lakh സ്ക്വയർ ഫീറ്റിൽ എസ്കലേറ്റർ ഒക്കെ വെച്ച് ഒരു വെഡിങ് മോൾ എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു തോട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പൊതുവേ ടെക്സ്റ്റൈൽസ് വരുന്ന സമയത്ത് നല്ലൊരു ഫാഷൻ ഷൂട്ടൊക്കെ ചെയ്യും, നല്ലൊരു കോപ്പിയൊക്കെ വെക്കും, സാരിയൊക്കെ വെക്കും. അപ്പോൾ ആക്ച്വലി അതൊന്ന് ബ്രേക്ക് ചെയ്യാന്നുള്ളത് തോട്ട്. അങ്ങനെയാണ് ആക്ച്വലി കോഴിക്കോട് നമ്മളൊന്നുകൂടി കണക്ട് ചെയ്തിട്ട് കോഴിക്കോട് വലുതാകുന്നു എന്നില്ലായിരുന്നു ഞങ്ങളുടെ ഹോൾ ക്യാമ്പയിൻ. എനിക്ക് തോന്നുന്നു ഇപ്പൊ അങ്ങനെ സിമിലർ പാറ്റേൺസ് കുറെ ക്യാമ്പയിൻസ് മേ ബി അതും ഒരു 6 വർഷം മുമ്പ് നിങ്ങളെല്ലാം തച്ചടച്ച് പുതിയത് വാർക്കലേ. അപ്പൊ അതിലവിടെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കുഞ്ഞാലി മരക്കാരെയും സാമൂതിരിനെയും ആണ് നമ്മൾ ആ ക്യാമ്പയിനിൽ യൂസ് ചെയ്തത്. സോ അവിടെ ഒരു കാരിക്കേച്ചർ സ്കെച്ച് ചെയ്ത് കോഴിക്കോട് വലുതാകുന്നു, കോഴിക്കോട് വലുതാകുന്ന ബസ് സ്റ്റാൻഡിലൊക്കെ, കുന്നമംഗലം ബസ് സ്റ്റാൻഡൊക്കെ ഫുൾ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈവൻ കോഴിക്കോട് ബസ് സ്റ്റാൻഡ്. അപ്പൊ ആ തോട്ട് കോഴിക്കോട് വലുതാന്ന് പറയുമ്പോൾ എന്തായാലും ആൾക്കാർ സ്ട്രൈക്ക് ചെയ്യും. രണ്ടെന്ന് വെച്ചാൽ അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സമ്പൂർണ്ണ വെഡിങ് മാൾ കോഴിക്കോട്ടേക്ക്, ദിസ് വാസ് ദ സബ് കോപ്പി. അപ്പൊ ഫുൾ കാരിക്കേച്ചറും സാധനങ്ങളും വെച്ചിട്ട്, പിന്നെ എനിക്ക് തോന്നുന്നു കുറെ ടെക്സ്റ്റൈൽസ് ഈവൻ റീസെന്റ് നമ്മൾ അതേ ടൈപ്പ് ഉപയോഗിച്ചിട്ട് തന്നെ കുറെ വേറെ പല സ്ഥലത്തും സൗത്ത് കേരളയിലേക്ക് പോകുമ്പോൾ പല ബ്രാൻഡ്സ് അത് യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ ഒരു ഇമ്പാക്റ്റിലായിരുന്നു ഫസ്റ്റ് നമ്മൾ ക്യാമ്പയിൻ ലോഞ്ച് ചെയ്തത്. അത് ആക്ച്വലി എന്താ പറയാ, നമ്മളെ ട്രസ്റ്റ് ചെയ്യണ അതാണ് ആക്ച്വലി ഇത് ബ്രാൻഡ്. ഒരു ഏജൻസിനെ ട്രസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഓണേഴ്സ് നമ്മളെ ട്രസ്റ്റ്. ഒരു ഭയങ്കര കാരണം കോമൺ സാധനം ചെയ്തു പോകാൻ ഭയങ്കര എളുപ്പമാണ്. അത് ചിലപ്പോൾ പോസിറ്റീവ് ആവും, നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ ചിലപ്പം ഭയങ്കര ഹിറ്റ് ആവും, അല്ലെങ്കിൽ ഭയങ്കര ഫ്ലോപ്പ് ആവും. ഒരു തിൻ ലൈനാണ്. മൂവിയൊക്കെ ചെയ്യുന്ന പോലെ തന്നെയാണ്. സോ മേ ബി ആ റിസ്ക് നമ്മൾ എടുക്കുന്ന സമയത്ത് അത് ബ്രാൻഡ് ഓണേഴ്സ് നമ്മളെ കൂടെ നിന്നാൽ മാത്രമേ അത് ശരിക്കും നോർമലി നമുക്ക് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. റോൾ ഡ്രൈവ് നേരത്തെ എക്സാമ്പിൾ ആണ്, ഷോവിക അനദർ എക്സാമ്പിൾ ആണ്. ആ ഒരു കൾച്ചറൽ ഹെറിറ്റേജ്, ആ ഒരു സാധനം, ആ തോട്ട് പ്രോസസ് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ വർക്ക് ചെയ്തത്. സോ ഇറ്റ് വാസ് ഗുഡ്. പിന്നെ എന്താ പറയാ, ആക്ച്വലി നമ്മളവിടുത്തെ ഇനി ഈവൻ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ടെക്സ്റ്റൈൽസിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഒരു റവന്യൂ സോഴ്സ് എന്ന് പറയുന്നത് വെഡിങ് പാർട്ടിയാണ്. വെഡിങ് ആണ് ആക്ച്വലി നമ്മുടെ നാട്ടിലിപ്പോൾ നമ്മൾ സ്റ്റുഡിയോ പോലത്തെ അല്ലെങ്കിൽ ഫാസിയോ പോലെ അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ കുറേ നമ്മൾ മാക്സ്, സ്റ്റുഡിയോ, പിന്നെ അങ്ങനത്തെ കുറേ ബ്രാൻഡ്സ്, ട്രെൻഡ്സ്, ഇവരൊക്കെ ഭയങ്കരമായിട്ട് യു കുഡ് സീ ഓൾ എവ്രിവെയർ. അവിടെ അത് ഭയങ്കര വലുതാവുമ്പോഴും ഇവിടുത്തെ ട്രഡീഷണൽ ടെക്സ്റ്റൈൽ ഹൗസസ് അല്ലെങ്കിൽ വെഡിങ് സ്റ്റോഴ്സ് ഒക്കെ അവിടെ ഉണ്ട് കേട്ടോ അതുപോലത്തെ പ്രോഡക്ട്സ്. ഡെഫിനറ്റ്ലി നമ്മൾ 299, 399, 499, 699. പക്ഷെ നമ്മൾ എപ്പോഴും വിചാരിക്കും സോ അതർ ഏരിയ ഇസ് സ്കെയിലിംഗ് അപ്പ്, മീൻസ് എന്താ പറയുക, മറ്റൊരു സ്കെയിൽ ചെയ്യുമ്പോൾ ഹൗ ഡു ഇങ്ങനത്തെ ആൾക്കാരെ എങ്ങനെ പിടിച്ചേക്കുക എന്നുള്ളത് പൊതുവേ നമ്മളെല്ലാവരും ചിന്തിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് വെഡ്ഡിങ് കസ്റ്റമേഴ്സ് ഈ ലോക്കൽ ടേസ്റ്റ് എപ്പോഴും ലോക്കൽ വെഡ്ഡിങ് സ്റ്റോഴ്സിനെ അറിയുള്ളൂ. ഇപ്പോൾ കോഴിക്കോട് ഒരു മലബാറിൻ്റെ ഒരു നിഷ് ഒരു വെഡ്ഡിങ് ഡ്രസ്സസ് എങ്ങനെ വേണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു വെഡ്ഡിങ് കൾച്ചർ എന്താ, അപ്പം അത് ഭയങ്കരമായിട്ട് ഇങ്ങനത്തെ സ്റ്റോഴ്സിലാണ് ഉള്ളത്. ഇപ്പം പിന്നെന്താ വെച്ചാൽ ഓവർ ദ ഇയേഴ്സ് നമ്മൾ വെഡിങ് മാർക്കറ്റ് ഇസ് ഗോൺ ഹ്യൂജ്. കാരണം ഒരു പണ്ടൊരു ദിവസം ഉണ്ടായിരുന്ന കല്യാണം 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി. ഇപ്പൊ ഒരു 4 ദിവസം 5 ദിവസം നിൽക്കുന്ന ഒരു എക്സ്ട്രാ മീൻസ് ഒരു ഭയങ്കര സെലിബ്രേഷൻ. സോ ഇറ്റ് ഹെൽപ്സ് ദ ടെക്സ്റ്റൈൽസ് ഇൻ റവന്യൂ. അപ്പോൾ നമ്മൾ ഷോപ്പിൽ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായ സാധനം വെച്ചാൽ നമ്മൾ ഈ ഡയറക്റ്റ് ഹോം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഈ കുറച്ച് ഇയേഴ്സ് ബാക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒന്നുമില്ല പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനോവ വെച്ചിട്ട് ഒരു 50,000 വീടൊക്കെ നമ്മൾ കവർ ചെയ്യും. ഒരു ആവറേജ് 25,000 to 50,000 ഹൗസസ് ഒരു 10-25-30 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മൾ കംപ്ലീറ്റ്ലി കയറി ഇറങ്ങും. അതെന്താ വെച്ചാൽ നമ്മൾ സ്റ്റാഫിനെ എടുത്ത് ട്രെയിൻ ചെയ്ത്
ഇവരുടെ ഒരു കിടിലൻ ലീഫ്ലെറ്റ് ഉണ്ടാക്കി, ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാക്കി, ഇവർക്ക് യൂണിഫോംസ് കൊടുത്ത്, നമ്മൾ ബ്രാൻഡ് ചെയ്ത വെഹിക്കിൾസിൽ വിട്ട് ഓരോ ലൊക്കേഷൻ വെച്ച് ഓരോ സ്ഥലത്തുങ്ങൾ പോയി, എന്നിട്ട് എന്ത് ചെയ്യും, വീടുകളിൽ കയറി ഇറങ്ങിയിട്ട് ആളുകളെ ഇൻവൈറ്റ് ചെയ്യും, ശോഭിക തുടങ്ങുന്നുണ്ട് അല്ലെങ്കിൽ വരണം. അപ്പോൾ ആക്ച്വലി സംഭവിച്ചാൽ പലപ്പോഴും അതാണ് നമ്മൾ ആളുകൾ ഹൗ ഗുഡ് ഡേ ആർ എന്നൊക്കെ നമ്മൾ പറയണത്, നമുക്ക് വെഡ്ഡിങ് ഡാറ്റ കിട്ടും. സോ ഈ വെഡ്ഡിങ് ഡാറ്റ വെച്ചിട്ട്, കാരണം ഒബ്വിയസ്ലി ന്യൂ സ്റ്റോഴ്സ് തുടങ്ങുമ്പോൾ നല്ലൊരു വെഡ്ഡിങ് പാർട്ടി എന്ന് പറയുമ്പോൾ ആവറേജ് മേ ബി ഒരു സി ടൗണിലൊക്കെ ഒരു 50,000 റുപ്പീസ് ഒക്കെ വെഡ്ഡിങ് പാർട്ടി ഒരു ഡ്രസ്സിൻ്റെ മുകളിൽ സ്പെൻഡ് ചെയ്യും. ഒരു കുറച്ചുകൂടി ഒരു കാലിക്കറ്റ് പോലത്തെ ഒരു ടൗൺ ആകുമ്പോൾ 1,00,000 രൂപ വരെയൊക്കെ ഒരു വെഡ്ഡിങ് പാർട്ടിൻ്റെ ആവറേജ് സ്പെൻഡ്. അപ്പം ഇത് സ്പെൻഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബെസ്റ്റ് പ്രൈസിന്, ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയിൽ, ഏറ്റവും ബെസ്റ്റ് പ്ലേസ് എന്ന് വാങ്ങാന്നില്ല. അപ്പോൾ വിത്ത് ആൻ എക്സ്പീരിയൻസ്, ആ ഒരു എക്സ്പീരിയൻസ് ഹാഡ് എ ട്രെമൻഡസ് എക്സ്പീരിയൻസ്. കാരണം അവിടെ ഫുഡ് കോർട്ട് ഉണ്ടായിരുന്നു, ഫുഡ്സിന്റെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. ഞാൻ ഇതിന്റെ ഉള്ളിലൊക്കെ കഫേനൊക്കെ ആവശ്യം എന്താണ്? ആ കഫേ ഫസ്റ്റില് ഞാനാണ് നടത്തിയത്. ഞാനായിരുന്നു കൊറോണ വരെ. പിന്നെ കൊറോണയ്ക്ക് ആകുമ്പോൾ നമ്മൾ ക്ലോസ് ഡൗൺ ചെയ്തു. പിന്നെ ഇപ്പൊ അവരാണ് നേരിട്ട് നടത്തുന്നത്. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്ന് വെച്ചാൽ, ഉദ്ഘാടനത്തിന്റെ ഒരു 10 ദിവസം മുമ്പും നമ്മൾ ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാൽ വെഡിങ് പാർട്ടീസിനെ ഈ പറഞ്ഞ മാതിരി ഡാറ്റ കളക്ട് ചെയ്ത് നേരത്തെ ഇൻവൈറ്റ് ചെയ്തു. നമ്മൾ ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ വെഡിങ് പാർട്ടിനെ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർക്ക് വെഡിങ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. ഈവൻ ബിഫോർ ലോഞ്ച്. അപ്പൊ 25-ാം തീയതി പിന്നെ ലോഞ്ച് ആണെന്നുണ്ടെങ്കിൽ ഒരു 10-ാം തീയതി മുതൽ 20-ാം തീയതി വരെ ഇവർക്ക് വെഡിങ് പാർട്ടിക്ക് നേരത്തെ വന്നിട്ട് എക്സ്ക്ലൂസീവ്. അപ്പൊ സോ അതിന്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് എടുത്ത് നോക്കിയാൽ, അതിന്റെ ഫിനാൻഷ്യൽസ് എടുത്ത് നോക്കിയാൽ, ഒരു 500 വെഡിങ് പാർട്ടിയിൽ 200-250 വെഡിങ് പാർട്ടി വന്നു കഴിഞ്ഞാൽ തന്നെ ഇവരുടെ എൻറ്റയർ മാർക്കറ്റിംഗ് ബജറ്റ്, മാർക്കറ്റിംഗ് സ്പെൻഡ് തന്നെ അവർക്ക് ചിലപ്പം ഈ ഒരൊറ്റ വെഡിങ് പാർട്ടിന്റെ റിക്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇറ്റ് പിന്നെ പ്രാക്ടീസ്. അത് പിന്നെ കുറെ ആൾക്കാർ അത് ഫോളോ ചെയ്ത് നോക്കിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും സിസ്റ്റമാറ്റിക് ആയിട്ട്, അത്രയും ഓർഗനൈസ്ഡ് ആയിട്ട്, അത്രയും ടൈം വേണം, പ്രൊഫഷണലി മാനേജ് ചെയ്യാം. കാരണം ഷോബെ മാനേജ് പറ്റി വെൽ. എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭയങ്കര രസമായിട്ട് നേരത്തെ ആളുകൾ സ്റ്റാഫിനെ എടുക്കാം. മീൻസ് അതിന്റെ കുറെ കോസ്റ്റ് ഇൻക്ലൂഡ് ആണ്. കാരണം എന്താ വെച്ചാൽ 1 month ബിഫോർ സ്റ്റാഫിനെ എടുക്കണം, ട്രെയിൻ ചെയ്യണം, വർക്ക്സ് തീർക്കണം. സോ ലോട്ട്സ് ഓഫ് ബാക്ക് ആൻഡ് വർക്ക് ഗോസ് ബിഹൈൻഡ് ഇറ്റ്. ഷോല നല്ല രീതിയിൽ ചെയ്തു. അപ്പൊ അവരും ഇറ്റ്സ് ഓൾവേസ് ഈ പറഞ്ഞ മാതിരി നമ്മളൊരു മാർക്കറ്റിംഗ് എന്ന് പറയുന്ന, ബ്രാൻഡിങ് മാർക്കറ്റിംഗ് എന്ന് പറയുന്ന സാധനം എപ്പോഴും ഇറ്റ്സ് വെരി മച്ച് 100% കണക്റ്റഡ് ടു ഓപ്പറേഷൻസ്. കാരണം ഓപ്പറേഷൻസ് അപ്പം ബേസിക്കലി ഡിഫേഴ്സ് ഫ്രം, കാരണം സ്റ്റോക്കിങ്ങും അതിനകത്തെല്ലാം വരും. സ്റ്റോക്കിങ്, പ്രൈസിങ്, സെലക്ഷൻ, കാരണം ഇതിലെല്ലാം കൂടി കണക്ട് ആയാലും ഒരു ബ്രാൻഡ് വർക്ക് ആവുള്ളൂ. അല്ലെങ്കിൽ അവർക്ക് സാധനം, അപ്പം ആക്ച്വലി നമ്മൾ ഈ സാധനം ഇവിടെ ഒക്കെ പ്ലാൻ ചെയ്തിട്ട് കാര്യമല്ല, ഇപ്പുറത്ത് ഇവര് റെഡി അല്ലെങ്കിൽ. സോ രണ്ടും പോകുമ്പോൾ ഇറ്റ് വർക്ക്സ് ഔട്ട്. അപ്പൊ അങ്ങനെ ശോഭിക ആ ക്യാമ്പയിൻ വാസ് റിയലി സക്സസ്. പിന്നെ അവിടുന്ന് കാഞ്ഞങ്ങാട് പോയപ്പോൾ ഞങ്ങൾ യൂസ് ദ സെയിം ടാഗ് ലൈൻ ബിക്കോസ്, കാരണം അപ്പം അവരെന്നെ പറയാണ്, കാരണം കാഞ്ഞങ്ങാട് ഒരു സ്ഥലം നോക്കാൻ വേണ്ടി പോയി ശോഭ എടുക്കാൻ പോകുമ്പോൾ കോഴിക്കോട് വലുതായി. അപ്പൊ അവരെന്നെ ഷോപ്പുകളിൽ പോകുമ്പോഴും ചാടിക്കാൻ പോകുമ്പോഴും ഈവൻ കാഞ്ഞങ്ങാടുള്ള ആൾക്കാർ സ്റ്റിൽ റിമെമ്പർ ദിസ് ക്യാപ്ഷൻ, അല്ലെങ്കിൽ ഇത് കോപ്പി, അല്ലെങ്കിൽ ഇത് ടാഗ് ലൈൻ. അപ്പൊ അവർ പറഞ്ഞാൽ നമുക്ക് തന്നെ മതി, സെയിം കോപ്പി തന്നെ ഉപയോഗിച്ചാൽ മതി കാഞ്ഞങ്ങാട്. അപ്പൊ അവിടെയും ഞങ്ങൾ ഇനി കാഞ്ഞങ്ങാട് വലുതാവുന്ന ഒരു ക്യാമ്പയിനാണ് യൂസ് ചെയ്തത്. എനിക്ക് തോന്നുന്നു ഈ ഷോപ്പിങ്ങിന്റെ കാര്യം ആലോചിക്കുമ്പോൾ പിന്നെ നിങ്ങൾ അതിന് ഫോളോ അപ്പ് ക്യാമ്പയിൻസും ചെയ്തു അല്ലേ? ഫോളോ അപ്പ് ക്യാമ്പയിൻസ് പറഞ്ഞാൽ എല്ലാ കൊല്ലങ്ങളും എന്തെങ്കിലും ആക്ച്വലി പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഓരോ ഇയേഴ്സിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്, ഞങ്ങൾ ആക്ച്വലി ഞങ്ങളുടെ എക്സ്പ്രസോന്റെ സ്ട്രാറ്റജി നേരത്തെ പറഞ്ഞ പോലെ, ഈവൻ കമ്പനിയിൽ നിന്ന് നമ്മളൊരു ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഏജൻസി ആയി. ഇന്റഗ്രേറ്റഡ് കമ്മ്യൂണിക്കേഷൻ ഏജൻസി ആയിരുന്നത് ആക്ച്വലി ഞങ്ങൾ പിന്നെ സ്ട്രാറ്റജി ഫസ്റ്റ് കമ്മ്യൂണിക്കേഷൻ, സ്ട്രാറ്റജി ഞങ്ങളെ കമ്പനീന്റെ അകത്തേക്ക് ഇറ്റ്സ് ലൈക്ക് ടോപ്പ് ഓഫ് ദ പിരമിഡ് സ്ട്രാറ്റജിയാണ്. കാരണം ബാക്കിയുള്ളതൊക്കെ മേ ബി ഈവൻ AI പോലത്തെ ടൂൾസ് കൊണ്ടുപോയി കഴിഞ്ഞാലും ഫൈനലി ദ എൻഡ് ഓഫ് ദ ഡേ സ്ട്രാറ്റജി മാറ്റേഴ്സ്. കറക്റ്റ്. ഇതെങ്ങനെ എല്ലാ പീസുകളും കറക്റ്റ് ആക്കി, വാട്ട് ഇസ് എ കറക്റ്റ് കോമ്പിനേഷൻ, വാട്ട് കൈൻഡ് ഓഫ് എന്ത് കൈൻഡ് ഓഫ് കോമ്പറ്റീറ്റേഴ്സിനെ അനലൈസ് ചെയ്യേണ്ടി വരും, മാർക്കറ്റിൽ ചേഞ്ചസ് ഉണ്ട്, കോർപ്പറേറ്റ്സ് വന്നിട്ട് അടിക്കുന്നത്. സോ അവിടെ വിത്ത്സ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ബി ഓൾവേസ് വെരി മച്ച് ക്ലിയർ ഓൺ വാട്ട് ദ സ്ട്രാറ്റജി നമ്മൾ എടുക്കാൻ പോകണം. അപ്പം നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നേരത്തെ നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യനിൽ ഞങ്ങൾ റീറ്റെയിനർ മോഡൽ വി എൻഗേജ് ദം ത്രൂ ഔട്ട്. കാരണം നമ്മൾ ആക്ച്വലി മുമ്പ് ഉണ്ടായിരുന്ന സംഭവം വെച്ചാൽ സെയിൽ പറയുമ്പോൾ ആൾക്കാർ വന്നിട്ട് ഒരു ക്യാമ്പയിൻ വേണം. അപ്പോൾ ആ ക്യാമ്പയിൻ അപ്പൊ മേ ബി നിങ്ങൾ ഡിജിറ്റലിലൊക്കെ യു ഓൾവേസ് ഫൈൻഡ് ദാറ്റ്, കാരണം സെയിൽ, കാരണം ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യൂല, ഡ്രോപ്പ് ആകുമ്പോൾ വന്നിട്ട് പറയും ഞങ്ങൾക്ക് ഒരു ക്യാമ്പയിൻ വേണം. അപ്പൊ ഇതേ സെയിം സാധനം ഓഫ്ലൈനിലും, ഓൺലൈനിലല്ല ഓഫ്ലൈനിലും സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ വാട്ട് വി സെറ്റ്, ഞങ്ങളൊരു 4 വർഷം കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു മീറ്റപ്പ് വിളിച്ചു, ഞങ്ങൾ എല്ലാ ക്ലയൻസിനെയും കൂട്ടിയിട്ട്. സോ വി എക്സ്പ്ലെയിൻ വാട്ട് ഇസ് സ്ട്രാറ്റജിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഞങ്ങൾ ഇനി റീറ്റെയിനർ ക്ലയന്റ് കൈൻഡ് ഓഫ് മോഡലാണ് ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. So if you are associating with us, associate with throughout the year.
അതെ. അല്ലെങ്കിൽ 1 വർഷത്തിനോ 2 വർഷത്തിനോ 3 വർഷത്തിനോ. കറക്റ്റ്. സോ ആ പാർട്ടിൽ സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ് ലക്ഷ്യന്റെ കൂടെയുള്ള ജേണി, ശോഭികന്റെ കൂടെയുള്ള ജേണി, ഇപ്പൊ ഗോക്കൈറ്റ്, അങ്ങനെ കുറെ ഒരു കോളിംഗ് കുറ്റി എന്ന് പറഞ്ഞ ഇന്നോവേയ ബ്രാൻഡ്. സോ അതെന്ന് വെച്ചാൽ ഇവരെ കൂടെ നമ്മൾ പാർട്ണർ, സോ വി കോൾ ദം ആസ് എ പാർട്ട്നേഴ്സ്. കറക്റ്റ്. അപ്പൊ ഞങ്ങള് പാർട്ട്ണർ എന്നാണ് വിളിക്കുക. പാർട്ട്ണർ, ഞങ്ങളൊരു ബ്രാൻഡിനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ പാർട്ട്നേഴ്സ്. പാർട്ട്ണർ എന്ന് പറയുന്ന സമയത്ത് ഒരു ഫിനാൻഷ്യൽസ് നമുക്ക് അറിയണം, ഒരു ROI നമുക്ക് അറിയണം, കുറെ കാര്യങ്ങൾ റിവീൽ ചെയ്യണം. സോ നമ്മുടെ അടുത്ത് റിവീൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മാത്രമേ നമ്മൾ റിവീൽ ചെയ്യുള്ളൂ. അപ്പൊ രണ്ടുപേർക്കും കൃത്യമായിട്ട് കാര്യം മനസ്സിലാവും. നമ്മൾ ഈ പണി ഈ സ്റ്റോക്ക് ഇതാക്കാനും ഇൻവെസ്റ്റേഴ്സിനെ ഇതാക്കാനും നമ്മൾ നിൽക്കൂല. അതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ആ ഒരു ഡെപ്തിൽ ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ ഒരു കണക്ട് കിട്ടുള്ളൂ. അങ്ങനെയാണ് ആക്ച്വലി ഞങ്ങൾ ചിന്തിക്കുമ്പോൾ ഒരു 25,000 സ്ക്വയർ ഫീറ്റ് ഫ്ലോർ ഉണ്ട് ഷോപ്പിന്റെ അകത്ത്. ഈ നേരത്തെ പറഞ്ഞ സ്റ്റുഡിയോ പോലത്തെ, ട്രെൻഡ്സ് പോലത്തെ പ്രൊഡക്ട്സ്, ഭയങ്കര രസകരമായ ഫാഷൻ, അവരെക്കാളും ബെറ്റർ പ്രൊഡക്ട്സ്, ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ പ്രൈസിങ്. അപ്പം ആക്ച്വലി ആ ഫ്ലോറിനെ മാർക്കറ്റ് ചെയ്യണം, നമ്മളെപ്പോഴും വെഡിങ് ഫോക്കസ് ആവാതെ. സോ അതിന് വേണ്ടിയിട്ട് സ്പെസിഫിക്കലി ഞങ്ങളൊരു ഫോർ എവറി വൺ എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ചെയ്തു. അപ്പം അത് ഭയങ്കര ഹിറ്റായി ഇൻ ദ സെൻസ് അതായിരുന്നു നമുക്ക് പെപ്പർ അവാർഡ്സ് ഒക്കെ കിട്ടിയൊരു ക്യാമ്പയിൻ. സോ അത് ആക്ച്വലി ഇപ്പം നമ്മളെന്താ വെച്ചാൽ എല്ലാ കൈൻഡ് ഓഫ് ഓഡിയൻസിനും ടാർഗറ്റ് ചെയ്തു. സേ ഫോർ എക്സാമ്പിൾ നമ്മൾ ആക്ച്വലി ഇപ്പം നമ്മൾ നോർമലി പറയല്ലോ, നമ്മൾ കോളേജും സ്കൂളൊക്കെ പഠിക്കും കറുത്താള്, മെലിഞ്ഞാള്, തടിച്ചത്. സോ വി ഹാഡ് ഓൾ ദ കൈൻഡ് ഓഫ് മോഡൽസ് ഇൻ ഇറ്റ്. ബൾക്കി മോഡൽസ് ഉണ്ടായിരുന്നു, ലീൻ മോഡൽസ് ഉണ്ടായിരുന്നു, ഡാർക്ക് ഉണ്ടായിരുന്നു, ഫെയർ. ഐ മീൻ ഡാർക്ക് ഫെയർ എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഈ പറഞ്ഞ മാതിരി അങ്ങനത്തെ. പിന്നെ അതുപോലെ തന്നെ നമ്മള് ഇവിടെ നീരജ് എന്ന് പറഞ്ഞ അവന്റെ ഒരു കാല് ഇല്ല അവന്. അപ്പൊ അവനെ നമ്മൾ ആക്ച്വലി ഹി ഹാസ് ഗോട്ട് ഫാഷൻ ഫോർ എവറി വൺ, ഫാഷൻ ഫോർ എവറി വൺ എന്നല്ലേ നമ്മുടെ ടാഗ്. നമ്മളെ ഇവളുണ്ടായിരുന്നു, എന്താ അവളുടെ പേര്, നൂറിനെ നമ്മൾ നൂറിന്റെ. അപ്പൊ ആ ക്യാമ്പയിൻ ഇറ്റ് വാസ് വെന്റ് ഓൺ വൈറൽ. പിന്നെ അങ്ങനെ ഫോളോ അപ്പ് ക്യാമ്പയിൻസ് കുറെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ആക്ച്വലി അടിപൊളി മോഡലാ. കാരണം അത് ശരിക്കും കാണാനുണ്ട് കേട്ടോ. ശോഭിക ഈസ് സ്റ്റിൽ അറ്റ് ദ ടോപ്പ് മോസ്റ്റ് പൊസിഷൻ, പക്ഷെ റെസ്റ്റ് എവ്രിവൺ ഈസ് സ്ട്രഗ്ലിംഗ്. അത് ശരിക്കും എല്ലാ കൊല്ലങ്ങളും ആ റീറ്റെയിനർ മീൻസ് റീകോൾ വരികയാണല്ലോ, ബ്രാൻഡിനെ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യില്ലേ. അത് പലപ്പോഴും ആ ക്യാമ്പയിൻസ്. പിന്നെ അടുത്തൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഹിറ്റായ സാധനമായിരുന്നു. നമ്മള് ഈ വെഡ്ഡിങ്സ്, അത് 3 കൊല്ലം 4 കൊല്ലം ടൈം ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. വെഡ്ഡിങ് ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഡ്രീമി കൈൻഡ് ഓഫ് സാധനം. അപ്പൊ പൂളിന്ന്, വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൂളിൽ കല്യാണം കഴിക്കേണ്ടി വരും, ചിലപ്പോൾ കാട്ടിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടി വരും, ചിലപ്പോൾ കടലിൽ നിന്ന് കല്യാണം കഴിക്കേണ്ടി വരും. സോ ഈ ഒരു തോട്ടിൽ നിന്ന് നമ്മൾ ആക്ച്വലി വി വെന്റ് ഓൺ ഫോർ ആൻ ആഡ് ഷൂട്ട്. സോ ആക്ച്വലി ഒരു ബ്രൈഡ് ലിറ്ററലി നമ്മൾ വയനാട്ടിൽ റിസോർട്ട് എടുത്തിട്ട് അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൂളിന്റെ അടിയിൽ കപ്പിൾസ് ഭയങ്കര രാത്രി 1 മണി 2 മണിയൊക്കെ ഷൂട്ട് പോയിട്ടുണ്ട്. കാരണം അവർക്ക് മസിൽ കയറുക, വെള്ളത്തിന്റെ അടിയിൽ കാണുന്ന ഷൂട്ട്, ക്യാമറ, ലൈക്ക് ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റ്. അപ്പൊ അത് പിന്നെ ഒരു കാട്ടില്, പിന്നെ കടലില്. സോ ഇറ്റ്സ് ലൈക്ക് സോ എവ്രി വൺ വാണ്ട് देयर വെഡിങ് ടു ബി എന്താ ഭയങ്കര ഡ്രീമി വെഡിങ്. അപ്പോ ഈവൻ നിങ്ങൾ പറഞ്ഞപ്പോ അതായിപ്പോ അല്ലെ, ഫസ്റ്റ് മെക്ക പോയി 1 വർഷം നടന്നു. പിന്നെ സെക്കൻഡ് മാരേജ് നടത്തുകയാണെങ്കിൽ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള ഡ്രസ്സ്, കോസ്റ്റ്യൂം എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞത് ലൈക്ക് നമുക്കപ്പോ ആക്ച്വലി ദാറ്റ്സ് ദ മൊമെന്ററി മാർക്കറ്റിംഗ് ആണ്. അപ്പം നമ്മൾ ആക്ച്വലി ഇപ്പൊ ഇതാണ് പീപ്പിൾ ആർ എക്സ്പെക്ടിങ് ദിസ് കൈൻഡ് ഓഫ് ഷൂട്ട്സ്. ഇത് കാണുമ്പോൾ ആൾക്കാർക്ക് നമ്മളെ ദേ കൻ കണക്ട്. ഈ ആഗ്രഹമായിട്ട് നടക്കുന്ന എല്ലാവർക്കും പെട്ടെന്ന് ഒരു ഔട്ട്ഡോർ ക്യാമ്പയിൻ കാണുമ്പോൾ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്യാമ്പയിൻ കാണുന്ന സമയത്ത് ഓക്കെ ദിസ് ക്യാൻ ആ ബ്രാൻഡായിട്ട് പെട്ടെന്ന് കണക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ രസകരമായ കുറെ ക്യാമ്പയിൻസ് നമ്മൾ ഡൺ ഫോർ ശോഭിക. ഓക്കെ, അപ്പൊ ശോഭിക തീർക്കുക. പിന്നെ 21 വയസ്സിൽ ലൈഫ് സെറ്റ്, ഏതാണത്? അത് കാണാതെ എനിക്ക് കോഴിക്കോട് എല്ലായിടത്തും നിങ്ങൾ മഞ്ഞ പെയിന്റ് അടിച്ച പോലെ ആയിരുന്നല്ലോ. കോഴിക്കോടല്ല, ഓൾ കേരള. ഞാൻ പിന്നെ കോഴിക്കോട് ഇട്ട് പോകാത്തോണ്ട് അത് ഭയങ്കര ഹരല്ല ഒരു ക്യാമ്പയിൻ ആയിരിക്കുമല്ലോ. എന്തായിരുന്നു, എങ്ങനെയായിരുന്നു അവിടെ എത്തിയേ? ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. പിന്നെ എന്താ പറയാ, അത് ഭയങ്കര ഒരു എന്താ പറയാ, ആളുകൾക്ക് കോൺട്രഡിക്ഷൻ കുറച്ചൊക്കെ ഉണ്ടാക്കിയ ക്യാമ്പയിനാണ്. പക്ഷെ അതിന്റെ റിയാലിറ്റി എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് ഹിറ്റ്. ഡെഫിനറ്റ്ലി നമ്മൾ ചെയ്തതിൽ വൺ ഓഫ് ദ ഏറ്റവും ടേക്ക് ഓഫ് ചെയ്ത ക്യാമ്പയിനാണ്. റീസെന്റ് ഒരു സ്കൂൾ മാഷ് പറഞ്ഞ് കൊമേഴ്സിൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ കൂടിയിട്ടുണ്ട്. പണ്ട് ദയാപുരത്ത് ഞാൻ PVസിലേക്ക് പോകേണ്ടതിന് റീസൺസ് പറഞ്ഞാൽ ദയാപുരത്ത് ആ വർഷം കൊമേഴ്സ് ഇല്ലായിരുന്നു. എനിക്ക് കൊമേഴ്സാണ് പഠിക്കേണ്ടത്. അപ്പൊ ആക്ച്വലി PVസിലെ കൊമേഴ്സ് ഉള്ളു. അങ്ങനെയാണ് ഞാൻ അവിടുന്ന് ദയാപുരത്ത് PVസിലേക്ക് പോകണം, കൊമേഴ്സ് പഠിക്കാൻ വേണ്ടിയില്ല. ഇപ്പൊ ആക്ച്വലി കൊമേഴ്സിന്റെ ട്രാക്ഷൻ കൂടി. കാരണം ബേസിക്കലി പലപ്പോഴും നമ്മൾ ഈ ക്യാമ്പയിൻസ് കാരണം കൊമേഴ്സിലേക്കുള്ള
ആക്ച്വലി കൊമേഴ്സ് ഇൻഡസ്ട്രീനെ മൊത്തത്തിൽ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആക്ച്വലി സയൻസ് മെഡിക്കൽ എന്ന് പറയുന്ന സാധനത്തിൽ നിന്ന് ഒരു തോട്ട് പ്രോസസ് ഷിഫ്റ്റ് ഇതിലൂടെ ഞങ്ങളെ പറ്റി എക്സ്പ്രസ് ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. വെഡിങ് ഇൻഡസ്ട്രി മാറ്റി, പിന്നെ കൊമേഴ്സ് ഇൻഡസ്ട്രി മാറ്റി. അതിന് മുമ്പ് എന്തോ നിങ്ങൾ മാറ്റിയല്ലോ ഫസ്റ്റില്? കാറിന്റെ കാറിന്റെ യൂസ്ഡ് കാർസിന്റെ ഇൻഡസ്ട്രി മാറ്റി. കൊള്ളാം, നല്ല രസമുണ്ട്. ഈ കൊമേഴ്സ് ഇൻഡസ്ട്രീന്റെ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ അകത്ത് ഫസ്റ്റ് തോട്ട് അഡ്വന്റ് എന്താ പറയാ ബ്രേക്ക് ത്രൂ എടുത്തത് ഹാറ്റ്സ് ഓഫ് ടു ലക്ഷ്യന്റെ ഓണർ ഓർവെൽ ഉണ്ടായിരുന്നു. കാരണം ഈ നമ്മൾ പഠിക്കുന്ന സമയത്ത് അറിയാം ചെന്നൈയിലും ആണ് അല്ലെങ്കിൽ ഡൽഹിയിലൊക്കെയാണ് CA വാസ് നോട്ട് ആൻ ഈസി സ്റ്റഫ് ടു ക്രാക്ക്. അപ്പോൾ അത് ഇവിടെ ആർക്കും പഠിച്ചാൽ പാസ്സാവില്ല എന്നുള്ളൊരു സാധനത്തിൽ നിന്ന് അവിടെ ഒരു CA ഒരു കുറച്ചുകൂടി പ്രൊഫഷണലൈസ് ചെയ്ത് പുറത്തുനിന്ന് ഫാക്കൽറ്റീസിനെ കൊടുക്കുന്നു. അങ്ങനെ ഒരു ബേസിക്കലി ട്രാൻസ്ഫോം ദ ഇൻഡസ്ട്രി ഒരു 5-8 വർഷം എടുത്തിട്ട് ഒരു സമയം എടുത്ത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് അവരെ ട്രാൻസ്ഫോം ചെയ്ത്. അവിടെ നിന്നാണ് ആക്ച്വലി ഞങ്ങളെ കൂടുതൽ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിലെന്താ വെച്ചാൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് അഭിജിത്ത്, നമ്മൾ എക്സ്പ്രസോറിന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ലക്ഷ്യം എന്ന് പഠിച്ചിറങ്ങിയതാണ്. അബി 21 വയസ്സിലാണ് ചാർട്ടേഡ് അക്കൗണ്ടൻസി പാസ്സായിട്ടുള്ളത്. അപ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ പറ്റില്ല 21 വയസ്സ് ചാർട്ടേഡ് അക്കൗണ്ട്. എനിക്ക് തന്നെ ഒരു 1-2 ആൾക്കാരൊക്കെ എങ്ങനെ ഇത് പറയാം, അങ്ങനെ അബിന്റെ സ്റ്റോറി നമ്മൾ പറഞ്ഞു കൊടുക്കാറ്. അല്ലെങ്കിൽ മേ ബി പ്ലസ് വെച്ചാൽ ACCA, പിന്നെ 2 ACCA UK ബേസ്ഡ് ആണ്. അപ്പം ആക്ച്വലി നമ്മൾ ഇവര് ACCA കൂടുതൽ ഫോക്കസ് ചെയ്യാൻ കാരണം KPMG പോലത്തെ ഡെലോയിറ്റ് പോലത്തെ മൾട്ടി ബിഗ് 4 കമ്പനീസ് പലപ്പോഴും റിക്രൂട്ട് ചെയ്യുന്ന ACCA, കാരണം അവർ ഗ്ലോബൽ അക്കൗണ്ടിങ് ആണ് നോക്കുന്നത്. പിന്നെ അവരുടെ ബാക്ക് എൻഡ് ഓഫീസസും കാര്യങ്ങളും ഇന്ത്യയിലാണ്, പ്ലസ് ദുബായ് UAE പോകും. സോ അവിടെ ACCA കൂടി ഇവർ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ CA പഠിച്ച് 21 വയസ്സിൽ പാസ്സായാലും 19 അല്ലെങ്കിൽ 20 വയസ്സിൽ ACCA പാസ്സായ ആൾക്കാരും ലക്ഷ്യയിൽ ഓൾറെഡി നമ്മുടെ ഡേ ടു ഡേ ഇന്ററാക്ഷൻസ് ഞങ്ങൾ മീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്, അപ്പം നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്ത് ACCA പഠിച്ച ആളുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ തോട്ട് ലൈൻ വന്നതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ടു ബി വെരി ഫ്രാങ്ക്, നമ്മളിപ്പം വേറെ പല കോഴ്സസാണ്, ജസ്റ്റ് നോട്ട് പെർട്ടിക്കുലർ ഡിറ്റൈമിങ് ചില കോഴ്സ്. നമ്മളിപ്പോൾ 23 വയസ്സ് 22 വയസ്സ് ഡിഗ്രി പഠിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ ഒരു 3-2 വർഷം ഡിഗ്രിക്ക് ഒരു 27-28 ഇയേഴ്സ് ഒക്കെ ആകുമ്പോഴേക്കാണ് PG ഒക്കെ കഴിഞ്ഞിട്ട് പ്ലേസ്ഡ് ആണ്. അപ്പോൾ ACCA പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പലപ്പോഴും അതിൽ റിയൽ ലൈഫ് സ്റ്റോറീസ് ഞങ്ങൾ ചെയ്തു. ലൈഫ് അറ്റ് ലക്ഷ്യ, ലൈഫ് ആഫ്റ്റർ ലക്ഷ്യ. ഇന്ന് നിലമ്പൂരിലൊരു പയ്യുണ്ട്, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി. അപ്പോൾ അവന് EYയിലിട്ട് വർക്ക് ചെയ്യുന്നു. സോ ഹീസ് ഏർണിംഗ് അറൌണ്ട് ഓന് 75,000-80,000 ആയിരിക്കും ഇനീഷ്യൽ അവൻ പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ സമയത്ത് കിട്ടിയ സാലറി. പിന്നെ ഇപ്പം ഈ സ്കെയിൽ ഇട്ടുണ്ട് നെക്സ്റ്റ് ലെവൽ. അവൻ ടെസ്റ്റിമോണിയൽസ് ഒക്കെ തന്നത്. അപ്പൊ ആക്ച്വലി നമ്മളെ മനുഷ്യന്മാർക്ക് എന്താ ആഗ്രഹം, ഒരു ജോലി ഇട്ട് ലൈഫ് സെറ്റ് ആവുക. അപ്പം ഇതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി വെരി ക്രിസ്പ് ആൻഡ് ക്ലിയർ. കാരണം ഇത് കുറെ പ്രൊഫഷണൽ ആവാം. ഞങ്ങൾ ഇതിന്റെ ഇനീഷ്യൽ ഡിസ്കഷൻ ഞങ്ങൾ ഇതിന്റെ ലാലേട്ടനെ വെച്ചിട്ടുള്ള ഒരു ക്യാമ്പയിൻ തോട്ട് പ്രോസസ് ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുക. ഞാനുണ്ട്, ഓർവെല്ലുണ്ട്, ജസീം നമ്മുടെ ടീമിൽ, പിന്നെ ഗോപ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡയറക്ടർ. അപ്പൊ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു തോട്ട് വന്നത് 21 വയസ്സിൽ പിന്നെ പ്രൊഫഷണൽ ആവാന്നല്ലേ. അപ്പൊ ഈ പ്രൊഫഷണൽ അല്ല ക്വസ്റ്റ്യൻ ഞാൻ എല്ലാവരും ചോദിച്ചപ്പോൾ ഓരോരുത്തർക്കും ഓരോന്നാ പ്രൊഫഷണൽ, ആർക്കും ഒരു പ്രീ ഡിറ്റർമിൻഡ് അല്ല. അപ്പൊ നമ്മളെ ഫൈനലി എൻഡ് ഓഫ് ദ ഡേ നമ്മളെല്ലാവരും ആഗ്രഹം എന്താ, ലൈഫ് സെറ്റ്. കാരണം നല്ല ജോലി വേണം, നല്ല പൈസ വേണം, നല്ല വണ്ടി സെറ്റിൽ ആവണം. അപ്പം ഈ ഏജില് മര്യാദക്ക് പഠിച്ചു കഴിഞ്ഞാല്, ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാല് ലൈഫ് സെറ്റ് ആക്കും, സെറ്റ് ആവും. അപ്പൊ ലാലേട്ടൻ എന്തുകൊണ്ട് അത് പറഞ്ഞുകൂടാ, ഔട്ട്ഡോറിൽ എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞുകൂടാ, ഭയങ്കര സിമ്പിൾ ആയിട്ട് ആൾക്കാർക്ക് മനസ്സിൽ 21 വയസ്സിൽ ലൈഫ് സെറ്റ് എന്നുള്ളൊരു ടാഗ്ലൈൻ വന്നു. സോ അത് നമ്മൾ ചെയ്ത് പിന്നെ അതിന്റെ ഡിസൈൻ, ലേഔട്ട്, പിന്നെ നമുക്ക് പിന്നെ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡ് അംബാസഡർ ലാലേട്ടൻ. അല്ല അത് പിന്നെ മോഹൻലാലിലേക്ക് എത്താൻ കാരണം എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം പിന്നെ ഇങ്ങനൊന്നും ഞാൻ തന്നെ ചിന്തിച്ചു നോക്കിയിട്ടില്ല. അപ്പൊ നിങ്ങൾ ആ ടാർഗറ്റ് ഗ്രൂപ്പിനെ ഐഡന്റിഫൈ ചെയ്യണം, ആ ടാർഗറ്റ് ഗ്രൂപ്പിനെ കിട്ടണമെങ്കിൽ ആരെ കൊണ്ടുവരണം, അവരെങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം. ഇത് പിന്നെ മോഹൻലാൽ എന്ന് പറഞ്ഞ ബ്രാൻഡ് അംബാസഡർ ചൂസ് ചെയ്യുന്നത് ബേസിക്കലി ഇതൊരു ബ്രാൻഡ് ഓണർ സച്ച് പറയുകയാണെങ്കിൽ ഓർവെല്ലാണ്. പിന്നെ ഓർവെല്ല് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ഈ കൊമേഴ്സ്, കാരണം നമ്മൾ ടിപ്പിക്കലായിട്ട് ഇപ്പം നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പം ഇവിടെ നമ്മൾ ക്രൂ എല്ലാവരും നമ്മളൊരു വർഷങ്ങളായിട്ട് നമ്മുടെ കേരളത്തിൽ ഒരു മൈൻഡ് സെറ്റ് ആണ് സയൻസ് ഇസ് എവറിത്തിങ്. മറ്റൊരു താഴ്ത്തി കെട്ടുന്ന ഒരു സ്വഭാവം പൊതുവേ ഉണ്ട്. കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും നമ്മളൊക്കെ അത് അനുഭവിച്ചു വന്ന ആൾക്കാർ. കാരണം നമ്മൾ കൊമേഴ്സ് എന്തിനാ കൊമേഴ്സ് എടുക്കുന്നത്, ചോയ്സ് ആയിട്ടുള്ള ഒരു സാധനമായിരുന്നു. പക്ഷെ ലിറ്ററലി പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ കൊമേഴ്സ് പഠിച്ചാൽ നമ്മൾ മറ്റേ ഈ പറഞ്ഞ എനിക്ക് വേണ്ട ദേവർത്തൊക്കെ സ്ഥിരമായിട്ട് ക്ലാസ്സിന് പുറത്താണ് നമ്മളൊക്കെ. കാരണം എന്താവാനാ അപ്പോ നമ്മള് എന്താ, ബിക്കോസ് ആ ഒരു ഇൻഫാക്ട് നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു സാധനം. അപ്പം ഇതിലെന്താ സംബന്ധിച്ചു വെച്ചാല് ഇത് ഈ മൈൻഡ് സെറ്റ് ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാൾ വന്ന്
പബ്ലിക്കിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആൾക്കാർ നമ്മളിത് ലിറ്ററലി ഒരാളടുത്ത് പോയി 2 ആളടുത്ത് പോയി 10 ആളടുത്ത് പോയിട്ട് നമ്മളിത് പറഞ്ഞിട്ടോ ഒരു സ്കൂൾസിലോ കോളേജസിലോ പോയിട്ട് ഒരു സെമിനാർ എടുത്തത് കൊണ്ടോ നമുക്ക് എത്ര ആളെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റും? അതെ, കറക്റ്റ്. നോർമലി ആസ് എൻ ബ്രാൻഡ് അംബാസഡർ someone who comes and talks to the people saying this is commerce is the next big thing. നമ്മൾ we started off with commerce is the next big thing. ഇനി വരാൻ പോകുന്നത് കൊമേഴ്സിന്റെ ലോക. സോ യു തിങ്ക് അബൌട്ട് എനിത്തിങ്, യു തിങ്ക് അബൌട്ട് എൻ ഹോസ്പിറ്റൽ, തിങ്ക് അബൌട്ട് ഒരു ഫാക്ടറി, എന്ത് സ്ഥാപനമാണെങ്കിലും അത് റൺ ചെയ്യണമെങ്കിൽ ഫിനാൻസിന്റെ മുകളിലാണ്. അതിനെന്തായാലും കണക്ക് വേണം, അതിന് നോക്കണമെങ്കിൽ എന്തായാലും. സോ ഒരു 90% 80% ഓർഗനൈസേഷൻ സഫർ ചെയ്യുന്നത് കാരണം പ്രോപ്പർ ആയിട്ടുള്ള പ്രൊഫഷണൽ അക്കൗണ്ടൻസോ ഫിനാൻഷ്യൽ ടീമോ ഇല്ലാത്തത് കൊണ്ട്. ക്രിയേറ്റീവ് ടീം ഉണ്ടാവും, ഡിസൈൻ ടീം ഉണ്ടാവും, മറ്റേ കൺസ്ട്രക്ഷൻ ടീം ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, ബട്ട് ദർ ഇസ് സംതിങ് റോങ് വിത്ത് ദ ഫിനാൻസ്. അപ്പം നമ്മൾ ആക്ച്വലി എന്ന് വെച്ചാൽ ഈ കൊമേഴ്സ് ആണ് ഇനി വരാൻ പോകുന്ന ലോകം. കൊമേഴ്സിൽ എത്ര അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നത് ലൗഡ് ആയിട്ടുള്ള ഒരു ബിഗ് ബ്രാൻഡ് അംബാസഡർ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ കോമൺ പബ്ലിക് അക്സെപ്റ്റ് ആ ഷിഫ്റ്റ്, നേരത്തെ പറഞ്ഞ മാതിരി ആ ഒരു ചേഞ്ച്, ആ ഷിഫ്റ്റ് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ someone has to take the lead, someone has to say it very loudly, someone has to go all out on the marketing. ഞാൻ പറഞ്ഞത് ചെയ്ത സമയത്ത് എന്ന് വെച്ചാൽ ഒരു 100-300 ഔട്ട്ഡോർ ക്യാമ്പയിൻസ്, ഡിജിറ്റലി ഹ്യൂജ് സ്പെൻഡ്, പിന്നെ TV, യു ലുക്ക് എനിവേർ ഇൻ ദ, എല്ലാ സ്ഥലത്തും ഈ സാധനം കാണും. ഇതിന്റെ അഡ്വാൻറ്റേജ് ഒരിക്കലും ലക്ഷ്യക്കല്ല കിട്ടിയിട്ടുള്ളത്, ആക്ച്വലി ഇൻഡസ്ട്രിക്കാണ് കിട്ടിയില്ല. മേ ബി അതൊരു 100 ബ്രാൻഡ്സ് പുതിയത് വന്നിട്ടുണ്ടാവും, പക്ഷെ മേ ബി ബട്ട് ദേ ഹാവ് ഗോട്ട് ദെയർ കറക്റ്റ് അവരുടെ ലീഡ്, കാരണം അവരാണ് ആ ജേർണി ലീഡ് ചെയ്തത്, അല്ലെങ്കിൽ ദേ ആർ ദ ടോച്ച് ബിയറേഴ്സ്. അപ്പം ആ ഒരു കോള് എടുക്കാൻ, അല്ലെങ്കിൽ ആ ഒരു തോട്ട്, അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ ബ്രാൻഡ് ഓണർ എടുത്ത റിസ്ക് തന്നെയാണ്. ഇല്ല, ഞാനിപ്പോ കുറെ ബിസിനസ്സുകാരോട് ചോദിക്കുമ്പോ ഹേയ് നമുക്ക് ഇൻഹൗസ് ടീമിനെ മതി, ഈ എപ്പിസോഡ് കൂടെ എയർ ചെയ്യുമ്പോഴത്തേക്കും മനുഷ്യന്മാർക്ക് മനസ്സിലാവും എന്തിനാണ് ഒരു ഏജൻസി. ശരിക്കും ഏജൻസി എവിടെയാണ് ഒരു ഏജൻസിയുടെ റോള്? കാരണം ഇതൊന്നും ഇൻഹൗസ് ചെയ്ത് അങ്ങോട്ട് എത്തിക്കാൻ അതാണ് നമ്മൾ എടുക്കുന്ന ഡിസിഷന്റെ മുകളിൽ ഓവർ ദ ഇയേഴ്സ് കൊണ്ട്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ മാതിരി 7-8 വർഷം കൊണ്ടാണെങ്കിൽ പോലും നമ്മളൊരു 100+ ബ്രാൻഡ്സിനെ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ 100 ബ്രാൻഡ്സ് ലോഞ്ച് ചെയ്തതിന് കിട്ടിയ നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം നമ്മൾ ആക്ച്വലി നടക്കാത്താണെങ്കിൽ നടക്കൂല എന്ന് പറയും. പിന്നെ ഇറ്റ്സ് വെരി ഓപ്പൺ ആൻഡ് വെരി ക്ലിയർ. നമ്മൾ പിന്നെ ആക്ച്വലി നേരത്തെ പറഞ്ഞ ധ്യാൻ ശ്രീനിവാസൻ പറയണ്ടല്ലോ, പടം പൊട്ടും എന്ന് പറഞ്ഞിട്ട് മറ്റേ വേണമെങ്കിൽ നമുക്ക് പടം ചെയ്യാന്നൊക്കെ പറയില്ല. അപ്പൊ നമ്മൾ ആക്ച്വലി വരുന്ന ഓണേഴ്സിന്റെ അടുത്ത് വെരി ക്ലിയർ ആണ്, കാരണം നമുക്കൊരു ഗഡ് ഫീലിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞത് 100% സക്സസ്, ഐ മീൻ ആ ഗഡ് ഫീലിംഗ് എപ്പോഴും സക്സസ് ആണെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒരു 70-80% ഇറ്റ്സ് ഓൾവേസ് ടേൺ ഔട്ട് ടു ബി സോ. കാരണം നമ്മൾ ലോഞ്ച് ചെയ്ത ബ്രാൻഡ്സിൽ ഇതുവരെ ഒരു ബ്രാൻഡ്സും ഫെയിലർ ആയി പോയിട്ടില്ല. അതെന്താ അറിയില്ല, ഞാനങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ എല്ലാ ബ്രാൻഡ്സും സക്സസ് ആയിട്ടുണ്ട്. അപ്പം നമ്മളെപ്പോഴും റിയാലിറ്റിയാണ് സംസാരിക്കുക അവരുടെ അടുത്ത്. അങ്ങനെയല്ല, ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ചില കൺസൾട്ടൻസ്, ചില ആൾക്കാർ ഇവരെന്താണോ പറയുന്നത് അതിലേക്ക് നിന്ന് കൊടുക്കും. സോ കാര്യമില്ല. കാരണം അപ്പൊ നമ്മൾ റിയാലിറ്റി സംസാരിച്ചില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ വോണ്ട് റിയലൈസ് ഇറ്റ്. അപ്പോ മേ ബി ചില സമയത്ത് ആൾക്കാർക്ക് തോന്നുന്നു എന്താ വരുമ്പോ തന്നെ നെഗറ്റീവ് പറയുന്നത്, ബട്ട് ഓവർ ദ ടൈം കൊണ്ട് പീപ്പിൾ ഹാസ് റിയലൈസ്ഡ് ഇറ്റ്. അപ്പൊ അങ്ങനത്തെ ബ്രാൻഡ്സ് വരുന്നു. അപ്പൊ സോ ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്, നിങ്ങൾ നേരത്തെ പറഞ്ഞാൽ ആ ഒരു നമ്മളൊരു ഓവർ ദി ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ്, എക്സ്പെർട്ടീസും നമ്മളൊരു കോൺഫിഡൻസും ആണ്. ഓക്കെ, അത് പറയുമ്പോ ഈ ഇപ്പൊ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഔട്ട്ഡോർ ആണല്ലോ. ഔട്ട്ഡോർ എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പൊ ആക്ച്വലി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം വെഡ്സിന്റെ ബ്രാൻഡ് ഇപ്പോൾ ഇന്ന് വെൻ യു ലുക്ക് അറ്റ് ദിസ്, ഇപ്പൊ നിങ്ങൾ അതിന്റെ ഇൻസ്റ്റാഗ്രാമുള്ള ആൾക്കാർ അന്ന് നോക്കുകയാണെങ്കിൽ മേ ബി ഒരു 35K to 40K ഫോളോവേഴ്സ് ആയിരുന്നു. ഈ 40K ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ വെരി ഓർഗാനിക്കലി കഴിഞ്ഞ 4 മാസം കൊണ്ട് നമ്മൾ ബിൽഡ് ചെയ്തെടുത്ത ഒരു ടാർഗറ്റ് ഓഡിയൻസ് ആണ്. അപ്പം ഒരു സോ ഇൻഫാക്ട് നമ്മൾ ആക്ച്വലി ഔട്ട്ഡോർ മേ ബി നമ്മൾ ചെയ്യുന്ന ഒരു 8 ബ്രാൻഡിൽ ഒരു 2-3 ബ്രാൻഡിലേക്ക് ഔട്ട്ഡോർ ഫോക്കസ്ഡ് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ അതിന്റെ ഒരു മിക്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പറയുകയാണെങ്കിൽ ലക്ഷ്യന്റെ ഒരു 50% ഡിജിറ്റലാണ്. ബാക്കി ഒരു 50% ആയിരിക്കും ഔട്ട്ഡോറും TVCയും പ്രിന്റും ഇവന്റ് ഒക്കെ പാടെ വരുന്നത്. ഒരു 60-40 മിക്സ് ആയിരിക്കും, ഓൾമോസ്റ്റ് 50. അപ്പം ഡിജിറ്റൽ എപ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ഇതിന്റെ ഒരു മെച്ചം നമ്മളൊരു ഇത് പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ എപ്പോഴും ഔട്ട്ഡോർ ആണ് ആസസ് നമ്മളെ പോലത്തെ ബ്രാൻഡ്സിന് ഭയങ്കര വിസിബിലിറ്റി തരിക. അപ്പൊ ആൾക്കാർ പെട്ടെന്ന് ഔട്ട്ഡോർ കാണുന്നത് വലിയ ബ്രാൻഡാണെന്നുള്ളത് ഒരു സബ് കോൺഷ്യസ് മൈൻഡിൽ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുകയാണ്. കറക്റ്റ്. ആക്ച്വലി നമ്മുടെ സ്പെൻഡിന്റെ ഒരു 50% 60% നമ്മൾ ചെയ്യുന്ന ബ്രാൻഡ്സ് എപ്പോഴും എല്ലാവരും ഡിജിറ്റലി തന്നെയാണ് ചെയ്യുന്നത്. മേ ബി അതിന്റെ ഒരു 50% ആയിരിക്കും നമ്മൾ സ്പ്ലിറ്റ് ഇൻ ടു ഡിഫറെന്റ് എന്താ പറയാ, പിന്നെ കമ്പാർട്ട്മെന്റിൽ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഇപ്പൊ നിങ്ങളൊരു ഇന്റഗ്രേറ്റഡ്, അതായത് ഡിജിറ്റൽ, ഓൺലൈൻ, പ്രിന്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്,
ഇതിന്റെ ഒരു ROI മെഷർമെന്റ് നിങ്ങൾ ഒരു ബ്രാൻഡിന് കൊടുക്കാറുണ്ട്? നിങ്ങൾക്കൊരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, ഓക്കെ ഇതിന് ഇത്ര സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയെങ്കിലും നമുക്ക് ആ സമയത്ത് ഉണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇത് കുറച്ചൊരു ടഫ് ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ എന്താ സംബന്ധിച്ചാൽ ബേസിക്കലി വി വർക്ക് ഓൺ ദ ബേസിക് ടോട്ടൽ. സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ബ്രാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ റിവീൽ ചെയ്യുന്നില്ല, 0 സ്റ്റാർട്ട് ചെയ്താണ്. ഫസ്റ്റ് ഇയർ ടാർഗറ്റ് വാസ് 25 crores. ഫസ്റ്റ് ഇയർ ടാർഗറ്റ് അച്ചീവ് അറൗണ്ട് 19 crores. അപ്പോൾ ആക്ച്വലി ഇതിന്റെ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിജിറ്റലി നിങ്ങൾക്ക് മെഷറബിൾ ആണ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. നമുക്ക് ക്യാമ്പയിൻസ് ഒന്നും അതിന്റെ റിസൾട്ട്സ് കിട്ടി, അതിന്റെ ആർപ്പോ എത്രയാ നോക്കാം, അല്ലെങ്കിൽ അതിന്റെ ടോട്ടൽ നിങ്ങൾക്ക് പെർ ലീഡ് കോസ്റ്റ് നോക്കാം, അല്ലെങ്കിൽ പക്ഷെ ഇത് കുറെ കാലങ്ങളായിട്ട് നമ്മൾ ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഇവന്റ്സിന് ആക്ടിവേഷൻസ് ഡയറക്ട്ലി ടച്ച് ചെയ്യുന്ന സാധനങ്ങൾ. അപ്പം ആക്ടിവേഷൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എൻഡ് ടു എൻഡ് കസ്റ്റമർ ടച്ച് ചെയ്യും. സോ അവിടെ നമുക്ക് ആക്ച്വലി കൃത്യമായിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഒരു ഔട്ട്ഡോർ ഹോർഡിങ്സ് നമ്മൾ ചിലപ്പോൾ റെഫറൻസ് കിട്ടില്ല. സേ ഫോർ എക്സാമ്പിൾ നമ്മളൊരു പത്രപരസ്യം ചെയ്യുന്നുണ്ട്, അത് ചിലപ്പോൾ ഞങ്ങൾക്ക് ഒരു 250-300 കോൾസ് ആണ് ഡെയിലി. ഫോർ എക്സാമ്പിൾ ഒരു ടെക് ബ്രാൻഡാണ്, നമ്മൾ ഒരു ഫുൾ പേജ് ആഡ് കേരളം മൊത്തം ചെയ്തു, 250 കോൾസ് ആണ് ആവറേജ് ഒരു ഡേ കിട്ടിക്കൊണ്ടിരുന്നത്. അത് ആ ഡേ ഒരു 1250 കോൾ ആണെങ്കിൽ 1000 കോൾസ് കൂടുതൽ കിട്ടി. അതിലൊരു ക്വാളിഫൈഡ് ലീഡ്സ് എന്ന് പറഞ്ഞാൽ 500 ലീഡ്സ് ആണ്. ആ 500 ലീഡ്സിന് ഒരു സ്റ്റുഡന്റിന് മേ ബി നമ്മൾക്ക് കിട്ടുന്ന അവരുടെ ടിക്കറ്റ് സൈസ് ബി 1 lakh. സോ ദാറ്റ് ഇസ് ടേൺഡ് ഔട്ട് ടു ബി 5 crores. അപ്പം ആക്ച്വലി 5 കോടി രൂപ കിട്ടി. മേ ബി കേരളം മൊത്തം ചെയ്യാൻ വേണ്ടിയിട്ട് 1 കോടിയിരിക്കും 1.5 കോടിയിരിക്കും നമ്മളിപ്പോൾ പ്രിന്റിൽ സ്പെൻഡ് ചെയ്യും. സോ അങ്ങനെ കിട്ടാം ഒരു. പക്ഷേ ഞാൻ പറഞ്ഞത് ദിസ് ഇസ് നോട്ട് എന്താ പറയാ, ഒരു ടെക്നിക്കലി ചോദിക്കുകയാണെങ്കിൽ ഫുള്ളി ഒരു 100% മെഷറബിൾ അല്ല. അതിപ്പോ ഡിജിറ്റലിൽ മെഷറബിൾ അട്രിബ്യൂഷൻ പറഞ്ഞിട്ട് അതിപ്പോ ഒരാൾ ഗൂഗിളിൽ പോയി ഫേസ്ബുക്കിൽ പോയി പുറത്ത് കണ്ട് ഇതൊക്കെ അതിന്റെ അവസാനം കൺവേർട്ട് ആയത് ചിലപ്പോൾ വാട്സാപ്പിലൂടെ ആയിരിക്കും. അപ്പൊ അത് വാട്സാപ്പിലേക്കാണ് അട്രിബ്യൂട്ട് ചെയ്യുക. പക്ഷെ ഈ ടച്ച് പോയിന്റ്സ് ഒക്കെ ഉണ്ടായതുകൊണ്ടാണ് ഇതന്നെയാണ് സെയിം തിങ് സംഭവിക്കുന്നത്. കാരണം ഇപ്പോൾ ലക്ഷ്യയിൽ ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പാരന്റ് ജോയിൻ അല്ലെങ്കിൽ ഒരു സ്റ്റുഡന്റ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഷോപ്പിക്കൽ ഒരാൾ ഇപ്പോൾ ഒരു വെഡിങ് പർച്ചേസിന് വരികയാണെന്നുണ്ട്, ഇപ്പൊ ഗോക്കൈറ്റ് നമ്മൾ ചെയ്യുന്നത് അജുൻ ധ്യാനം ഇല്ലേ, അതെ. അപ്പൊ അവിടെ ഭയങ്കരമായിട്ട്, കാരണം ടൂർസ് ആൻഡ് ട്രാവൽസിൽ പൊതുവെ ആരും അങ്ങനത്തെ സ്റ്റെപ്പ് എടുത്തിട്ടില്ല. അതൊരു ഭയങ്കര ബോൾഡ് മൂവ് ആയിരുന്നു അവരെടുത്തത്. പിന്നെ അജുന് ധ്യാനം ബ്രാൻഡ് അംബാസിഡർ ആക്കുക, ഒരു 15 വർഷം ഉണ്ടായിരുന്ന ഒരു ബ്രാൻഡ് അതിനുശേഷം റീബ്രാൻഡ് ചെയ്തിട്ട് പുതിയ നെയിമിലേക്ക് മാറുന്ന സമയത്താണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. ഒരു ബ്രാൻഡ് റീപൊസിഷനിങ് ആയിരുന്നു, റീബ്രാൻഡിങ് ആൻഡ് റീപൊസിഷനിങ് ആയിരുന്നു. അപ്പൊ അവിടെ ആക്ച്വലി അവർക്ക് അത് ഭയങ്കരമായിട്ട്, എനിക്ക് പേഴ്സണലി പലപ്പോഴും ആ ബ്രാൻഡ് ഇമേജ് കണ്ടിട്ട് ഇപ്പം UK പിന്നെ ഇറ്റലി അങ്ങനെ പോകേണ്ട കുറേ നമ്മുടെ ഫ്രണ്ട് സർക്കിളിൽ നിന്ന് ആൾക്കാർ വിളിച്ചിട്ട് ഒന്ന് കണക്ട് ചെയ്ത് തരുമോ നമുക്ക് അങ്ങോട്ട്, മീൻസ് അവർക്ക് അത് ഭയങ്കരമായിട്ട് ബ്രാൻഡിനെ പുൾ ഓഫ് ചെയ്തിട്ടുണ്ട് നെക്സ്റ്റ് ലെവലിൽ. സോ ദേ ആർ ഡൂയിങ് എക്സ്ട്രീം നല്ല ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ഒരു ആഡ് ഓൺ കൂടിയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ അവരും ഡിജിറ്റലി നന്നായി ചെയ്യുന്നുണ്ട്. സോ അവിടെ ഹോർഡിങ് കണ്ട് ചിലപ്പോൾ ഡിജിറ്റലി സ്ക്രോൾ ചെയ്യുമ്പോൾ ഗോക്കൈറ്റ്, പിന്നെ അജുൻ ഗോക്കൈറ്റ് കണ്ട്, പിന്നെ ആക്ച്വലി ഇവരിപ്പോൾ ഒരു മാളിൻ്റെ അകത്ത് പോകുമ്പോൾ മാളിൽ അവിടെ ഒരു ആക്ടിവേഷൻ കണ്ട്, ഈ ബ്രാൻഡ് ബിൽഡിംഗ് പ്രോസസ്സ് അല്ലെങ്കിൽ ബ്രാൻഡ് നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ടച്ച് പോയിന്റ്സിൽ നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസിന്റെ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ടച്ച് എത്രത്തോളം ഏതൊക്കെ ടച്ച് പോയിന്റ്സിൽ നമുക്ക് ബ്രാൻഡിനെ വിസിബിൾ ആക്കാൻ പറ്റുമോ, അവിടുന്ന് എല്ലാം കൂടി മിക്സ് ആയിട്ടാണ് ഫൈനൽ എൻഡ് ഓഫ് ദി ഡേ റിസൾട്ട് വരുന്നത്. കറക്റ്റ്. എനിക്കൊന്ന് ഈ ലോഞ്ച് ഇവന്റ് കുറച്ചൊക്കെ മെഷർ ചെയ്യാം, കാരണം എത്ര സെയിൽ ഉണ്ടായി അങ്ങനെയൊക്കെ. ഇപ്പൊ ലക്ഷ്യന്റെ കേസിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാലോ, ലക്ഷ്യക്ക് ഇത്രയും കാലം ഇതായിരുന്നു അവരെ, മീൻസ് എനിക്കറിയില്ല നിങ്ങൾക്ക് എത്രത്തോളം ഡാറ്റ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇത്ര പെർസെന്റേജ് അവരെ ലീഡ് കൂടി, അല്ലെങ്കിൽ ഇത്ര പെർസെന്റേജ് മോർ കൺവേർഷൻസ് കിട്ടി, ഇങ്ങനത്തെ ഒരു ഡാറ്റ പിന്നെ നിങ്ങളെ എടുത്തിട്ടുണ്ട്? അതാ ഡെഫിനറ്റ്ലി ഞങ്ങൾ എല്ലാ വർഷവും മെഷർ ചെയ്യാറുണ്ട്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ഇയർ ടാർഗറ്റ് സെറ്റ് ചെയ്യാറുണ്ട്, നമ്മൾ എത്ര കോസ്റ്റ് കൂടി. സോ ഡെഫിനറ്റ്ലി അതെന്തായാലും നമ്മൾ, ഞാൻ പറഞ്ഞത് അതാണ്, നമ്മൾ ഹോളിസ്റ്റിക് ആയിട്ട് നമ്മൾ ടോട്ടൽ നമ്പേഴ്സ് ഫാക്ട്സ് വെച്ച്, അത് മേ ബി റവന്യൂ ടാർഗറ്റ് ആവും, ചിലപ്പോൾ പ്രോഫിറ്റബിലിറ്റി ടാർഗറ്റ് ആവും, ചിലപ്പം നമ്പേഴ്സ് പിന്നെ സെയിൽസിന്റെ യൂണിറ്റിന്റെ നമ്പേഴ്സ് ആവാം. അത് വെച്ചിട്ട് നമ്മുടെ മാർക്കറ്റിംഗ് ബജറ്റ് ഫിക്സ് ചെയ്തിട്ട്, ആക്ച്വലി വി കോൾ ഇറ്റ് ആസ് എ മീഡിയ പ്ലാനിങ്ങിൽ ഏതൊക്കെ മീഡിയാസിൽ എത്രത്തോളം എമൗണ്ടുകൾ സ്പെൻഡ് ചെയ്യണം, അതിന്റെ മിക്സ് നമ്മൾ ആദ്യം ഫിക്സ് ചെയ്തിട്ട് അത് നമ്മൾ ഓരോന്ന് സ്പെൻഡ് ചെയ്തിട്ട് ആ ഓരോ അതിന്റെ റിസൾട്ട്സ് എന്താ നോക്കി എൻഡ് ഓഫ് ദി ഡേ അത് മേ ബി ക്വാർട്ടർലി റിവ്യൂ ആവാം, ഹാഫ് ഇയർലി റിവ്യൂ ആവാം, ഇയർലി ആവാം. ഡെഫിനറ്റ്ലി ക്വാർട്ടർലി എൻഡ് ഓഫ് ഒരു വർഷം ആരും കാത്തുനിൽക്കില്ല, മിനിമം അറ്റ്ലീസ്റ്റ് ഒരു മന്ത്ലി പ്ലസ് ക്വാർട്ടർലി റിവ്യൂ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇതിന്റെ ഒരു എഫക്റ്റീവ്നെസ് റിസൾട്ട്സ് മെഷർ ചെയ്യും. അത് നോർമലി അങ്ങനെ തന്നെ നമ്മൾ. എനിക്കൊന്ന് മീൻസ് ഈ ഒരു കേസിൽ ഇപ്പം ലക്ഷ്യന്റെ കേസിൽ നിങ്ങൾ ചെയ്തിട്ട് മീൻസ് അതിനകത്ത് എന്തെങ്കിലും ഇപ്പൊ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ചെയ്തു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു KPI ഞങ്ങൾക്ക് തരാൻ പറ്റുമോ? അതായത് വാട്ട് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ്? അല്ല, അത് ഡെഫിനറ്റ്ലി. ഇൻഫാക്ട് അവരുടെ ഗ്രോത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് നമ്മളെപ്പോഴും നമ്മളുടെ കേസ് സ്റ്റഡീസിൽ ഇത് വെക്കാറുണ്ട് ചിലപ്പം. അപ്പോൾ അവരുടെ ഒരു അറ്റ്ലീസ്റ്റ് 3 to 5x ഗ്രോത്ത് ഇപ്പം ഡെഫിനറ്റ്ലി ലാസ്റ്റ് ഒരു അറ്റ്ലീസ്റ്റ് മിനിമം ഒരു 5x ഗ്രോത്ത് ഇപ്പോൾ കഴിഞ്ഞൊരു 3 yearsനുള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്പേഴ്സ് കൂടിയിട്ടുണ്ട്, ഇവൻ എവറിത്തിങ് ഇസ് ഗോൺ അപ്പ്. കാരണം അവരെ കേരള ബ്രാൻഡ് എന്ന് മാറി പാൻ
ഇന്റർനാഷണൽ ബ്രാൻഡായി മാറി. കാരണം ദേ ഹാവ് അതെ. ഗോൺ ടു പിന്നെ ദുബായ്, ദേ ഹാവ് ഗോൺ ടു ചെന്നൈ, ബാംഗ്ലൂർ, ഡൽഹി, കൽക്കട്ട, അവിടെയൊക്കെ they started their hybrid centers. Even for they are moving out to Europe and Africa. So this is basically നമ്മുടെ ഇതാ ഒരു that's what we work as a partner. So നമ്മൾ അവരെ കൂടെ ഇരുന്ന് അടുത്ത പ്ലാനിൽ എന്താ പോകേണ്ടത്, ആ മാർക്കറ്റ് പഠിക്കണം, അവിടുത്തെ ടാർഗറ്റ് ഓഡിയൻസിനെ ഐഡന്റിഫൈ ചെയ്യണം, അവിടെ വിച്ച് വർക്ക്സ് വിച്ച് ഡസൻ വർക്ക്. സോ ഇറ്റ്സ് ഓൾവേസ് എന്താ പറയുക ഒരു ട്രയൽ ആൻഡ് എറർ. പക്ഷേ കുറേ ട്രയൽ ആൻഡ് എറർ കളിച്ചിട്ട് പൈസ കളയാന്നല്ല ഉദ്ദേശിച്ചത്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്കൊരു സെൻസ് ഉണ്ടാവണം. അത് വെച്ചിട്ട് നമ്മൾ വർക്ക് ഓൺ ദാറ്റ്. ഞാൻ ഈവൻ ക്രൂവിനോട് വരുമ്പോൾ ഇത് എങ്ങനെയാ മെഷർ ചെയ്യുക? അപ്പൊ ഞാൻ ഇവരോട് പറയുന്നത് ഗൂഗിൾ കീവേഡ്സ് ട്രെൻഡ്സിൽ പോയിട്ട് ബ്രാൻഡിന്റെ കീവേഡ് വോളിയം കൂടുതൽ നോക്കിയാൽ മതി. അതൊരു വേ ആണല്ലോ. അതായത് ഇത്രയും എനിക്ക് തോന്നുന്നത് അത് മാത്രം നോക്കി കഴിഞ്ഞാൽ തന്നെ മീൻസ് പുറത്തുള്ള ഒരാൾക്ക് ട്രെൻഡ് എന്താ പറയുന്നത് നോക്കിയാൽ മതി. ഗൂഗിൾ ട്രെൻഡ്സ് പോയിട്ട് ഈസ് ദർ മോർ സെർച്ച് ഫോർ ലക്ഷ്യ അല്ലെങ്കിൽ വിച്ച് എവർ ഇറ്റ് ഇസ്. നമുക്ക് കമ്മ്യൂണിറ്റിന് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒരു ഔട്ട്ഡോർ നമ്മളെ കമ്മ്യൂണിറ്റി കംപ്ലീറ്റ് ഫുൾ ഡിജിറ്റൽ ആണ്, ഓൺലൈൻ ആണ്. അപ്പൊ ഈ ഔട്ട്ഡോർ ക്യാമ്പയിൻസ് ചെയ്യുമ്പോൾ എന്ത് കൈൻഡ് ഓഫ് ബഡ്ജറ്റ് ആണ് നമ്മൾ കാണേണ്ടത്? ഇത് ഈ ബഡ്ജറ്റിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് ലൈക്ക് ഡിപ്പെൻസ് ടു ബി വെരി ഫ്രാങ്ക്, ഇറ്റ്സ് ഡിപ്പെൻസ് ഓൺ ദ ബ്രാൻഡ്സ് നമ്മൾ എന്താണ് ക്യാപ്ചർ ചെയ്യുന്നത്. സേ ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് എ ഫാഷൻ, നമ്മൾ ഫാഷൻ ആൻഡ് റീറ്റെയിൽ മേ ബി അവിടെ അല്പം ഔട്ട്ഡോർ ഹാസ് വെരി പ്രോമിനന്റ് സ്പേസ്. കാരണം കോമ്പറ്റേഴ്സ് ഭയങ്കരമായിട്ട് അല്ലെങ്കിൽ ആൾക്കാർ ഭയങ്കര വിഷ്വലി, സേ ഫോർ എക്സാമ്പിൾ വൺസ് ഈ ഒരു ഡ്രസ്സ് കാണുന്ന സമയത്ത് ഒരു ബ്ലൂ ടാഗിനെ കുറിച്ച് സംസാരിക്കാം. ബ്ലൂ ടാഗ് അപ്പൊ ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ബ്ലൂ ടാഗ് ഈസ് അത്ലീഷ്യർ ബ്രാൻഡ്. ആക്ച്വലി അത് ഞാൻ പറഞ്ഞത് ഡിപ്പെൻസ് ഏതാണെന്നുണ്ടെങ്കിലും. കാരണം ഇത് രണ്ട് രീതിയിലാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എത്ര നമ്മൾ ഔട്ട്ഡോറിൽ സ്പെൻഡ് ചെയ്യണം. സേ ഫോർ എക്സാമ്പിൾ ടോട്ടൽ മിക്സ് എടുക്കുക. സേ ഫോർ എക്സാമ്പിൾ ചില ബ്രാൻഡ്സിന് അവരുടെ ആകെ മാർജിൻ എന്ന് പറയുന്നത് ഇപ്പൊ FMCG ബ്രാൻഡ് മേ ബി ഒരു 5% ഒക്കെ ആയിരിക്കും. ചില സമയത്ത് വെൻ ഇറ്റ് കംസ് ടു ഫാഷൻ അല്ലെങ്കിൽ മേ ബി അവിടെ മാർജിൻ വുഡ് ബി ഒരു 20% അല്ലെങ്കിൽ 20 to 40%. അപ്പം ആക്ച്വലി അതിന്റെ ഒരു സ്പ്ലിറ്റ് എടുക്കൂലേ നമ്മള്. അപ്പം ആക്ച്വലി മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഓൾ ടുഗദർ നമ്മൾ എടുക്കും. അതിന്റെ അകത്ത് നമ്മൾ ഔട്ട്ഡോറിൽ സ്പെൻഡ് ചെയ്യണോ, ഡിജിറ്റലിൽ സ്പെൻഡ് ചെയ്യണോ, പിന്നെ പ്രിന്റിൽ സ്പെൻഡ് ചെയ്യണോ, ഇവന്റ്സ് ആൻഡ് ആക്ടിവേഷൻസ്. ശരിക്കും ആക്ച്വലി പറയുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഡിജിറ്റൽ എന്ന് പറയുകയാണെങ്കിലും ഏറ്റവും കൂടുതൽ ROI ഉള്ളത് ആക്ടിവേഷനാണ്. ഹൈസ്റ്റ് ROI ഉണ്ടാവും ആക്ടിവേഷൻ ഇൻ ദ സെൻസ് മീറ്റിംഗ് ദ പീപ്പിൾ ഡയറക്ട്ലി. നേരത്തെ നമ്മൾ പറഞ്ഞു ഡയറക്ട്ലി വീട്ടിൽ പോയിട്ട് ആൾക്കാർ ഇൻവൈറ്റ്. സോ ഇപ്പൊ നിങ്ങൾ മോളിൽ നടക്കുന്ന ഒരു ആക്ടിവിറ്റി ആയിരിക്കാം. സോ അതിന് ഭയങ്കര ഇമ്പാക്ട്. സേ ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്ത് അവിടെ നിന്നിട്ട് നിങ്ങൾ ഈ സാധനം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഈ സാധനത്തിന് നമുക്ക് 500 രൂപ ഞങ്ങളിപ്പോൾ 400 രൂപക്ക് തരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ലിക്വിഡ് ഡിറ്റർജന്റ് വാങ്ങുന്നുണ്ട്. സോ വാങ്ങിപ്പിക്കുന്നുണ്ടെങ്കിൽ ഒരാൾ 1-to-1 കമ്മ്യൂണിക്കേഷൻ. സോ അങ്ങനത്തെ സാധനത്തിനാണ് ഏറ്റവും കൂടുതൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഇംപ്ലിമെന്റ്. പക്ഷെ നമ്മൾ ROI വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ROI ഉള്ളത് നമ്മൾ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിലോ അല്ലെങ്കിൽ ഈവൻ ലോട്ട്സ് ഓഫ് സ്റ്റഡീസ് ഹാവ് പ്രൂവ്ഡ് ഇറ്റ്സ് ആക്ടിവേഷൻ ആണ്. അപ്പൊ ഫാഷൻ ബ്രാൻഡ്സിന് ശരിക്കും ആക്ടിവേഷൻ നല്ലോണം നടക്കും. ഏതാണ് ടാർഗറ്റ് ഗ്രൂപ്പ് എന്ന് കണ്ടുപിടിക്കുക ആൻഡ് ഗോ ഫോർ ആക്ടിവേഷൻസ്. ആക്ടിവേഷൻ ഫാഷൻ ബ്രാൻഡ്സിൽ നടക്കാറാണ്. കാരണം ഫോർ എക്സാമ്പിൾ ഇറ്റ്സ് ലൈക്ക് മേ ബി കൺസിസ്റ്റന്റ്ലി ഇപ്പോൾ യു ലുക്ക് അറ്റ് ദ ടെക്സ്റ്റ് ഫാഷൻ ഷോസ് ഒക്കെ ഓൾ ലൈക്ക് യു ഗെറ്റ് മനീഷ് മൽഹോത്ര, സബ്യസാച്ചി, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് അവരെപ്പോഴും ദേ കം ഔട്ട് വിത്ത് ഫാഷൻ ഷോസ് ആൻഡ് ഷോസ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് വെൻ ദ പീപ്പിൾ ഗെറ്റ് ഓൺ ടു ദ പീപ്പിൾ എക്സ്പീരിയൻസ് ഫാബ്രിക് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങൾ. അപ്പം ഞാൻ പറഞ്ഞത് ഒരിക്കലും ഇന്നൊരു ബ്രാൻഡിന് അല്ലെങ്കിൽ ഇന്ന സ്പെസിഫിക് എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് എന്നുള്ള ഒരിക്കലും യു കാൺ സേ ഫോർ ഒരു ബ്ലാങ്കറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂല. ഔട്ട്ഡോർ ഇത്ര സ്പെൻഡ് ചെയ്യണം, മറ്റൊരു ഇത്ര സ്പെൻഡ് ചെയ്യണം. ഇറ്റ്സ് എ പ്രോപ്പർ മീഡിയ പ്ലാനിങ് ഹാസ് ടു ഹാപ്പൻ. അപ്പൊ അതിന് പ്രോപ്പർ ബേസ്ഡ് ഓൺ റിസർച്ച് ഡാറ്റ എന്നിട്ടേ നമുക്ക് ശരിക്കും ആക്ച്വലി മീഡിയ പ്ലാൻ ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾ റോയൽ ഡ്രൈവിന്റെ കേസിലും ഷോപ്പിങ്ങിന്റെ കേസിലും ലക്ഷ്യന്റെ കേസിലും ഒക്കെ ചെയ്ത്. റോയൽ ഡ്രൈവിന് ഹാവ് എ സിംഗിൾ ഹോർഡിംഗ്. ഒരൊറ്റ ഹോർഡിംഗ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും മാക്സിമം. ലക്ഷ്യം അതേ പറഞ്ഞു നേരത്തെ ലക്ഷ്യന്റെ മിക്സും പുറത്തുനിന്ന് ആൾക്കാർ കാണുന്നത് ഹോർഡിംഗ് ആണ്. അതിന്റെ അപ്പുറത്തേക്ക് ബാക്കിൽ ലക്ഷ്യം ഹെൽ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. ഞാൻ പറഞ്ഞത് സ്കൂൾ മാർക്കറ്റിംഗ്, കോളേജ് മാർക്കറ്റിംഗ്, ഡിജിറ്റൽ ആംപ്ലിഫിക്കേഷൻ. അവരുടെ ഇപ്പൊ ലാസ്റ്റ് എൻകോമി എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് അവർ ഹോസ്റ്റ് ചെയ്തു. ലാർജസ്റ്റ് പിന്നെ കൊമേഴ്സ് കോൺവൊക്കേഷൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കൊമേഴ്സ് കോൺവൊക്കേഷൻ. 2000 കുട്ടികളെ ഒരുമിച്ച് കോൺവോക്ക് ചെയ്ത സാധനം. സോ അതൊരു ദാറ്റ്സ് എ ഹ്യൂജ് സ്പെൻഡ്, ഇറ്റ്സ് നോട്ട് എ സ്മോൾ സ്പെൻഡ്. അപ്പോൾ ഒരു 2000 കുട്ടികൾ പ്ലസ് ഒരു 2000 പാരന്റ്സ് 4000-5000 ആൾക്കാരെ ഫുഡ് കൊടുത്ത് ട്രീറ്റ് ചെയ്ത് പരിപാടിക്ക് വന്ന് സ്റ്റേജിൽ ഇത്രയും കുട്ടികൾക്ക് മറ്റേ
ക്യാപ്പും കൊടുത്ത് സ്റ്റേജിൽ കയറ്റി ഇറക്കാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് സിമ്പിൾ. സോ ദാറ്റ്സ് എ ഹ്യൂജ് സ്പെൻഡ്, ദാറ്റ്സ് എ ഹ്യൂജ് എഫേർട്ട്. അപ്പം ഇതൊക്കെ പാരലലി കണക്റ്റഡ് ആണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് സ്ട്രാറ്റജി ഫസ്റ്റ് അതാണ് ആക്ച്വലി ഏജൻസി എന്ന്. അപ്പൊ ആക്ച്വലി നമ്മുടെ സ്ട്രാറ്റജീസ് എന്താണ്, നമ്മൾ വാട്ട് ഇസ് ആ സ്ട്രാറ്റജി. സോ അവിടുന്ന് തുടങ്ങും. നമ്മൾ എടുക്കുന്ന ഒരു പ്രോസസ് എന്ന് പറയുന്നത് ആക്ച്വലി ബേസിക്കലി ഒരു ബ്രാൻഡ് തെറാപ്പി നടത്തും. ആക്ച്വലി സിറ്റ്സ് വിത്ത് ഓണേഴ്സ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദെയർ പെയിൻ പോയിന്റ്സ് അങ്ങനെ. പിന്നെ അവിടുന്ന് ഒരു ബ്രാൻഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡി നടത്തും. ബ്രാൻഡ് ഡയഗ്നോസ്റ്റിക് സ്റ്റഡീസിലായിരിക്കും നമ്മളെ മാർക്കറ്റ് റിസർച്ച്, കോമ്പറ്റീറ്റർ അനാലിസിസ്, ഇങ്ങനത്തെ സാധനങ്ങൾ വരും. അവിടുന്ന് അങ്ങോട്ട് ആക്ച്വലി ബ്രാൻഡ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യും. ബ്രാൻഡ് സ്ട്രാറ്റജി സെറ്റ് ചെയ്യുന്നതിൽ നിന്നാണ് നമ്മൾ കോണ്ടന്റ് സ്ട്രാറ്റജി, സെയിൽസ് സ്ട്രാറ്റജി പിന്നെ അത് സെറ്റ് ചെയ്യുന്നത്. അവിടുന്ന് അങ്ങോട്ടേക്ക് നമ്മൾ എക്സിക്യൂഷൻ ലെവലിലേക്ക് നമ്മൾ പോകും. സോ ഇതൊരു പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ഏത് ബ്രാൻഡിനെ എടുക്കുമ്പോൾ ഒരു 2-3 മാസം ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പണി തുടങ്ങുള്ളൂ. പൊതുവെ ഡിജിറ്റൽ മാർക്കറ്റിംഗിലൊക്കെ അടുത്തൊക്കെ എത്തുമ്പോൾ അടുത്ത ആഴ്ച തന്നെ റിസൾട്ട് വേണം, അടുത്ത ആഴ്ച തന്നെ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യും. സോ വെൻ എനി ബ്രാൻഡ് കംസ് ടു us, we say 2 മാസം ഞങ്ങൾ പണിയൊന്നും എടുക്കൂല. ഞങ്ങൾ പഠിക്കും, ഞങ്ങൾ അതിന്റെ റിപ്പോർട്ട്സ് തരും, ഞങ്ങളെ ഇൻസൈറ്റ്സ് തരും, നിങ്ങളായിട്ട് ചർച്ച ചെയ്യും. സോ 2 മാസം ആക്ച്വലി ഞങ്ങളെ മനസ്സിലാക്കാത്ത ബ്രാൻഡ്സ് വന്നു കഴിഞ്ഞാൽ ഒരു പണിയെടുക്കുന്നില്ല എന്ന് വിചാരിക്കാം. ഫൈനലി എൻഡ് ഓഫ് ഈ 2 മാസത്തെ ഞങ്ങളുടെ ഇൻസൈറ്റ്സ് ആയിരിക്കും വാട്ട് മേക്സ് ആർ ബ്രാൻഡ് സക്സസ്. സോ ദാറ്റ്സ് എ പ്രോസസ് which we go through. അപ്പൊ ആ ഇൻസൈറ്റ്സ് ഇപ്പൊ 2 മാസം നിങ്ങൾ ഇതെടുത്തല്ലോ, അതിനൊരു ചാർജ് നിങ്ങൾ ചെയ്യുമോ? ഓക്കെ, നമ്മള് അതായത് ആ സ്റ്റഡി നടത്തുന്നതിന് day 1 onwards we charge. നമ്മൾ ആക്ച്വലി ആ റിപ്പോർട്ട്സിന് നമ്മൾ ചാർജ് ചെയ്യുന്ന അത് വെച്ചിട്ടാണ് ആക്ച്വലി ഞങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി അവിടെ തെറാപ്പി ഉണ്ടാവും, അവിടെ ഞങ്ങൾ ഡയഗ്നോസ്റ്റിക് സ്റ്റഡി നടത്തും. അങ്ങനെയാണ് ഞങ്ങൾ ആ ഒരു പ്രോസസ്സ്. അല്ലാതെ അതാ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് വി ഹാവ് ടേക്കൺ ഡിഫറെന്റ് അപ്രോച്ച് ഫോർ ഡിഫറെന്റ് ബ്രാൻഡ്സ്. കറക്റ്റ് ശരിയാണ്. സോ ഇപ്പോൾ കോളിംഗ് കുട്ടി എന്ന് പറഞ്ഞ ഇന്നോവേ ബ്രാൻഡ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ദാറ്റ്സ് എ വെരി ഡിഫറെന്റ് അപ്രോച്ച്. പിന്നെ ഗോക്കൈറ്റ് ഇസ് അനദർ ഡിഫറെന്റ് ഹോൾ സ്റ്റോറി. അങ്ങനെ നമ്മൾ ഓരോ ബ്രാൻഡ്സിനെ എടുക്കുന്ന സമയത്ത്, ഫാഷൻ ബ്രാൻഡ്സ് എടുക്കുന്ന സമയത്ത്, സോ വെറ്റ്സ് ഇന്ത്യ പുതിയ ബ്രാൻഡാണ്. അത് വെറ്റ്സ് ഇന്ത്യയുടെ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി മന്ദാനിയും ആ പച്ച സാരിയും, വെറ്റ്സ് ഇന്ത്യ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇസ് ലൈക്ക് ഓൾ കേരള എന്നറിയുന്ന 3 മാസം കൊണ്ട് 4 മാസം കൊണ്ട് കേരളത്തിൽ അറിയപ്പെടുന്ന ബ്രാൻഡ്, ഇവൻ പാൻ ഇന്ത്യ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റി. സോ വേറെ വേദോ അവർ ഹാപ്പി വാസ് ലൈക്ക് അവർ ഏത് വെൻഡേഴ്സിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, ഏത് സ്റ്റോക്കിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ, പർച്ചേസിന് പോയി കഴിഞ്ഞാൽ വെറ്റ്സ് ഇന്ത്യ അറിയാത്ത ആൾക്കാരില്ല. സോ അവിടെ നമ്മൾ രശ്മിക മന്ദാൻ യൂസ് ചെയ്ത് ദാറ്റ്സ് എ വെരി ഡിഫറെന്റ് സ്റ്റോറി. നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പൊ അങ്ങനത്തെ ഒരു ക്യാമ്പയിന് എന്ത് കൈൻഡ് ഓഫ് ബഡ്ജറ്റ് വേണ്ടി വരും? സോ അത് ഡിപ്പെൻഡ്സ്. കാരണം സേ ഫോർ എക്സാമ്പിൾ ഒരു ബോൾ പാർക്ക് ഫിഗർ നമ്മളിപ്പോ പറയണമെന്നുണ്ടെങ്കിൽ മേ ബി ഒരു 3 crores to 5 crores ചിലപ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഡിപ്പെൻഡ്സ്. നമ്മൾ ആക്ച്വലി ദർ ആർ ദ ബ്രാൻഡ്സ്. നമ്മൾ ആക്ച്വലി എപ്പോഴും ഞങ്ങൾ ഇടുന്ന ഒരു തോട്ട് ലൈൻ എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് നമ്മളെ അഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അഫോർഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും റിസൾട്ട്സ് അങ്ങോട്ട് കൊടുക്കാൻ പറ്റും. മോർ ദാൻ അഫോർഡിങ്, ഞങ്ങൾക്ക് എക്സ്പ്രസ് ഒക്കെ എന്തെങ്കിലും റിസൾട്ട്സ് കാണിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം യുവർ ബഡ്ജറ്റ് ഷുഡ് ബി സംവെയർ ഇയർലി 5 കോടി മുതൽ 25 കോടി വരെ ആണ് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ആനുവലി വേണം. സോ ദാറ്റ്സ് ഒരു 25 crores, മേ ബി ഒരു 50 crores വരെയുള്ള ബജറ്റിലാണ് ഇപ്പൊ ഈ വർഷം ഞങ്ങൾ വർക്ക് ചെയ്യുന്നത്. സോ വി ഹാവ് ഗോട്ട് എ മാർക്കറ്റിംഗ് സ്പെൻഡ് ഓഫ് 5 crores to 50 crores ബ്രാൻഡ്സ്. ആ ബാൻഡ് വിഡ്ത്തിൽ ഞങ്ങളായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ പറയുന്ന കുറച്ചുകൂടി റിസൾട്ട്സ് നമുക്ക് കൊടുക്കാം. അതിലേറെ കുറച്ചേക്ക് വരുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും സ്ട്രഗിൾ ചെയ്യും. കാരണം ഞങ്ങൾക്ക് തരുന്ന ഫീസ് ഒരിക്കലും ബ്രാൻഡ്സിന് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, വർത്ത് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില സമയത്ത് ലോഞ്ച് ചെയ്യുന്ന ബ്രാൻഡ്സിന് ഓഫ് കോഴ്സ് നമ്മൾ ഭയങ്കര നമ്മളുടെ ആ എക്സ്പെർട്ടൈസ് യൂസ് ചെയ്യാം. പ്രോജക്ട് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. മറ്റേത് റീറ്റെയിനർ ബഡ്ജറ്റാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഒരു മിക്സ് ആണ് ഞങ്ങൾ എപ്പോഴും എടുക്കല്. ഓക്കെ, അപ്പോളെ കുറെ പഠിച്ചു. ഇനി അതൊക്കെ പോയിട്ട് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് മൊത്തത്തിൽ ഡൈജസ്റ്റ് ചെയ്യട്ടെ. 1 മാസം എടുക്കും ഇതൊന്ന് ലൈവ് ആവാനില്ല, ഔട്ട് ആവാന്. പക്ഷേ ഇറ്റ്സ് എ ലോട്ട് ഓഫ് ലേണിംഗ്സ്. താങ്ക് യു വെരി മച്ച്. ചെറിയൊരു ഗിഫ്റ്റ് ഉണ്ട് ബിഫോർ we wind this up. ബ്ലൂ ടൈഗർ ബ്രാൻഡ് ഉണ്ട്, ഓഫീസ് ജോഗേഴ്സ്. അതായത് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് വെരി ഒഫീഷ്യൽ, പക്ഷെ ഇട്ട് കഴിഞ്ഞാൽ ജോഗേഴ്സ് പോലെയാണ്. വികെസിന്റെ ഒരു സിസ്റ്റർ കമ്പനിയാണ്. ഇറ്റ്സ് ഓൺഡ് ബൈ നിഹാൽ, ഞങ്ങളെ ക്ലോസ് ഫ്രണ്ട് ആണ്. സോ താങ്ക് യു ഫോർ കമ്മിങ്. അടുത്ത പോഡ്കാസ്റ്റ് വരെ.